أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا إنهم يرونه بعيدا ونراه قريبا يوم تكون السماء كالمهل وتكون الجبال كالعهن ولا يسأل حميم حميما يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ പരിശുദ്ധമായ ഖുർആനിലൂടെ ആവർത്തിച്ച് അറിയിച്ചിട്ടുള്ള ഒരു ആമുഖം തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. കാരണം നാം ഓരോരുത്തരും മനുഷ്യരായതുകൊണ്ട് എന്തോ ഒരു പ്രത്യേകതയും പ്രാധാന്യവും ദൈവിക ഗ്രന്ഥങ്ങളിലെല്ലാം മനുഷ്യന് ദൈവം നൽകിയിട്ടുണ്ട്. തീർച്ചയാണ്. കാരണം മനുഷ്യരല്ലാത്ത ഒരുപാട് സൃഷ്ടിജാലങ്ങൾ ഭൂമിയിലുണ്ട് അല്ലാഹുവിൻ്റെതായിട്ട്. പക്ഷെ ആ സൃഷ്ടിജാലങ്ങളോടൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നും വലിയ നിർദ്ദേശങ്ങളോ നിയമാവലികളോ ഒന്നും നൽകപ്പെട്ടതായി കാണുന്നില്ല.
അവർക്ക് പ്രവാചകന്മാരില്ല, പ്രബോധകന്മാരില്ല, ദൈവത്തിന്റെ ഭാഗത്ത് നിന്നും ഗ്രന്ഥങ്ങളില്ല, ഒന്നുമില്ല. തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവരാണവർ. അവരോടെന്തെങ്കിലും കൽപ്പനകളോ ആജ്ഞകളോ ഉപാധികളോ പരിധികളോ അതിർവരമ്പുകളോ ഒന്നും ദൈവം നൽകുന്നില്ല മനുഷ്യേതര സൃഷ്ടികൾക്ക്. അതേസമയം അവരോട് പറയപ്പെട്ടിരിക്കുന്ന വിഷയമെന്താ? ഭൂമിയിൽ നിങ്ങളുടെ ദൈവം തന്നിരിക്കുന്ന അവധി എത്രയാണോ അത്രയും കാലം സുഭിക്ഷമായി ജീവിക്കുക, ഇഷ്ടമുള്ള പോലെ ജീവിക്കുക. അവസാനം ഒരു ദിവസം അവധി വരും, നിങ്ങൾ മരിക്കും. പിന്നെ ഒരു ദിവസം ദൈവത്തിന്റെ മുന്നിലേക്ക് നിങ്ങളെ കൊണ്ടുവരപ്പെടും. എന്നിട്ട് പറയപ്പെടും കൂനു തുറാബ, നിങ്ങൾ മണ്ണായി തീരുക. അതോടുകൂടി ആ ജീവജാലങ്ങളുടെ അവസാനമാണ്, അധ്യായം ക്ലോസ് ആവുകയാണ്. പക്ഷെ ഞാനും നിങ്ങളും മടങ്ങുന്ന മനുഷ്യ വിഭാഗം അങ്ങനെയല്ല. നമുക്ക് ദൈവത്തിന്റെ ഭാഗത്തു നിന്നും വലിയ നിർദ്ദേശങ്ങളും നിയമാവലികളും ഉണ്ട്. അതിർവരമ്പുകളും പരിധികളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് മനുഷ്യന്റെ മുന്നിൽ. ഏകദേശം 1,24,000 പ്രവാചകന്മാര് വന്നിട്ടുണ്ട് മനുഷ്യന് വേണ്ടി. പ്രബോധകന്മാരെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട് മനുഷ്യന് വേണ്ടി. ആകാശങ്ങളിൽ നിന്നും ഗ്രന്ഥങ്ങൾ തന്നെ അല്ലാഹു ഇറക്കി തന്നിട്ടുണ്ട് മനുഷ്യന് വേണ്ടി. എന്തിനാ? എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ മനുഷ്യനും ആലോചിക്കണം, ചിന്തിക്കണം, എന്തിനാണിത്? കോടാനുകോടി ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനായി മനുഷ്യനെ ദൈവം തമ്പുരാൻ കാണാനുള്ള കാരണം എന്താ? ആലോചിക്കണം. നാം ഒന്നുകൂടി ആവർത്തിക്കുന്നു നിങ്ങളുടെ മുന്നിൽ. ഒരിക്കലും അല്ലാഹു നൽകിയിരിക്കുന്ന ബുദ്ധിയെ നാം സ്വയം മരവിപ്പിച്ചുകൂടാ. നാം സ്വയം നമ്മുടെ തലച്ചോറിന്റെ കടിഞ്ഞാണിട്ടുകൂടാ. ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടവരാണ് മനുഷ്യൻ. അതവന്റെ പ്രത്യേകതയാണ്. അവർ ഇഷ്ടമുള്ളതെല്ലാം കേൾക്കാം, ഇഷ്ടമുള്ളതെല്ലാം നോക്കാം, അവരിഷ്ടമുള്ളതെല്ലാം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാം. അതിർവരമ്പിന്റെ ഉള്ളകത്തിൽ നിന്നുകൊണ്ട്, പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ആരും അവരെ തടയുന്നില്ല. നീ അത് കാണരുത്, അല്ലെങ്കിൽ അനുവദീയമായ കാര്യം കാണുന്നവരോട്, നോക്കുന്നവരോട് അത് പാടില്ല എന്ന് പറയാൻ ആർക്കും അനുവാദമില്ല. മനുഷ്യന്മാർ ആ വിഷയത്തിൽ സ്വതന്ത്രരാണ്. ദൈവം നൽകിയിരിക്കുന്ന ചെവി ഓരോരുത്തർക്കും വ്യക്തിപരമായി നൽകിയിരിക്കുന്ന അനുഗ്രഹം. ആ ചെവി ഉപയോഗിച്ച് പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് അനുവദീയമായതെല്ലാം കേൾക്കാൻ ദൈവം അവനുവാദം കൊടുത്തതാ. അതിനെ ആരും നിരസിക്കുകയോ അത് പാടില്ല എന്ന് പറയുകയോ ചെയ്യുന്നില്ല. അത് ചെയ്യാൻ അനുവാദവുമില്ല. കാരണം അത് മനുഷ്യന്റെ വ്യക്തിപരമായ അവകാശമാണ്. തലയോട്ടിക്കുള്ളിലുള്ള തലച്ചോറ് കൊണ്ട് ആലോചിക്കാനും ചിന്തിക്കാനും അല്ലാഹു നൽകിയിരിക്കുന്ന സിഫത്താൻ ഗുണമാണ്, അല്ലാഹു നൽകിയിരിക്കുന്ന കഴിവാണ്. തീർച്ചയായിട്ടും ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ തലച്ചോറ് കൊണ്ട് ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം, നിർബന്ധമാണത്. ഒരാളും ഒരു വ്യക്തിയുടെയും ചിന്താ സ്വാതന്ത്ര്യത്തിന് തടയിട്ടുകൂടാ. നീ ചിന്തിക്കരുത്, നീ കേൾക്കരുത്, നീ പറയരുത്, നീ നോക്കരുത്. മനുഷ്യന്മാർക്ക് പറയാനുള്ള അവകാശമില്ല. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് പറ്റോ? പറ്റോ സഹോദര? എന്നെപ്പോലെ ഭൂമിയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് നീ ഇന്നത് കേൾക്കരുത്, ഇന്നത് കാണരുത്, ഇന്നത് ചിന്തിക്കരുത് എന്ന് പറയാൻ മനുഷ്യനെന്താണ് അവകാശം? അവകാശമുള്ള ദൈവം പറഞ്ഞിട്ടുണ്ട്. നിഷിദ്ധമാക്കപ്പെട്ടതൊന്നും കാണാൻ പാടില്ല എന്ന്, ഹറാമായതൊന്നും കേൾക്കാൻ പാടില്ല എന്ന്, നിഷിദ്ധമായതൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് ദൈവത്തിന്റെ അവകാശമുള്ളതുകൊണ്ട് ഒരവകാശമില്ലാത്ത മനുഷ്യന്മാര് അതേപോലെ ജീവിക്കുന്ന മനുഷ്യരോട് അവന്റെ അവകാശങ്ങൾക്ക് പരിധി നിശ്ചയിക്കാൻ പറ്റൂല. അത് ഖുർആനിനെതിരാണ്, അത് ഖുർആനിനെതിരാണ്. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളോട് ചോദിക്കട്ടെ, ഈ നടക്കുന്ന പ്രഭാഷണം ഏതോ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രഭാഷണമായി കാണണ്ട. നിങ്ങൾ ഏതോ ഒരു സംഘടനയുടെ പ്രസംഗം, ഏതോ ഒരു പൊതുവിഭാഗത്തിന്റെ പ്രസംഗം അല്ല. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇത് പരിശുദ്ധമായ ഖുർആനിനോട് കൂറുള്ളവന്റെ പ്രസംഗം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ പരിപാടിയാണ്.
ഇസ്ലാമിനെ സ്നേഹിക്കുകയും വിശുദ്ധ ഖുർആൻ അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആർക്കും കേൾക്കാം. ആരോടും വിരോധമില്ല, ആരോട് കേൾക്കണ്ട എന്നാലും പറയുന്നുമില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുവെങ്കിൽ നമുക്കെന്തോ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്തോ ഭയപ്പാടോടുകൂടി ആയിരിക്കണം തീർച്ച ആ വാചകം. അല്ലേ സഹോദര? പരിശുദ്ധ ഖുർആൻ പറയപ്പെടുന്ന ഒരു സദസ്സ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രം പറയപ്പെടുന്ന ഒരു സദസ്സ്, ലോകത്തിന്റെ നാഥന്റെ ഒരു മതത്തെ കുറിച്ച് പറയപ്പെടുന്ന ഒരു സദസ്സ്, ജനങ്ങൾ നന്മയിലേക്ക് വരണമെന്നും അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് ചേക്കേറണമെന്നും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വെടിഞ്ഞ് സത്യത്തിന്റെ പാതയിലേക്ക് പ്രവേശിക്കണമെന്നും ആശിക്കുന്ന ഒരു പരിപാടി, ഒരു സദസ്സ്. അത് നിനക്ക് കേൾക്കാൻ പാടില്ല എന്ന് മുസ്ലിമീങ്ങളോട് പറയാ ഒരാളുടെ മനസ്സിന് തോന്നുന്നുവെങ്കിൽ അയാളെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് അല്ലേ, സത്യത്തിന്റെ വഴിയിലേക്ക് വരുന്ന മനുഷ്യന്മാർക്ക് തടയിടാൻ സഹോദര മനുഷ്യൻ എന്താ അവകാശം? ഖുർആൻ കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും ഗ്രഹിക്കാനും ലോകത്തുള്ള സർവ്വമുള്ള അവകാശമാണ്. അതിനെ പ്രതിനിശ്ചയിക്കാൻ മനുഷ്യന്മാർക്ക് എന്താ അവകാശം? അനുവാദം കൊടുത്തതാരാ? എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മനുഷ്യരായി ജീവിക്കണം, അഭിമാനമുള്ള മനുഷ്യരായി ജീവിക്കണം, ആദർശമുള്ള മനുഷ്യരായി ജീവിക്കണം. ഭൂമിയിൽ വേറെ ആരുടെയോ കാലിന്റെ തുമ്പത്ത് തലച്ചൊരു അടിയവും വെച്ചിട്ട് ജീവിക്കരുത്. ആണത്തമില്ലാതെ നാണം കെട്ടവരെ പോലെ പാടില്ല. പുരുഷന്മാർക്ക് പറഞ്ഞതല്ലാതൊന്നും ആണോ? ഒരാൾ വന്നിട്ട് പറയുക ഒരു പരിപാടി നടക്കാൻ പോവാ, നിങ്ങൾ ആരും കേട്ടുപോകല്ല എന്ന്. ആ മനുഷ്യന്റെ വാദവും കേട്ട് റബ്ബുൽ ഇസ്സത്തിന്റെ ആയാത്തുകൾ കേൾക്കാതിരിക്കാൻ മാത്രം നാണം കെട്ട മനുഷ്യനാവാൻ സഹോദരാ നീ തുനിയരുത്. നല്ലതല്ല, നല്ലതല്ല. അവകാശങ്ങൾ ഹനിക്കപ്പെടാൻ പാടില്ല മനുഷ്യന്റെ. സഹോദര, പരിശുദ്ധ ഖുർആനിന്റേതല്ലാത്ത ഏതെങ്കിലും ഒരു വാചകം, ഹദീസിന്റേതല്ലാത്ത ഏതെങ്കിലും ഒരു വാചകം ഈ സമുദായത്തിന്റെ മുമ്പിൽ പറയപ്പെടുന്നുവെങ്കിൽ ശരി, സമ്മതിക്കാം. അതില്ലല്ലോ, അതില്ലല്ലോ, അതിന് മെനക്കെടുന്നില്ല, അത് ആഗ്രഹിക്കുന്നുമില്ല. അതേസമയം ഈ നാട്ടിൽ ജീവിക്കുന്ന സർവ്വ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രം ഇൻഷാ അല്ലാഹ് സംസാരിക്കും നിങ്ങളോട്. അത് കേൾക്കണ്ടെന്ന് പറയാ, അത് കേൾക്കണ്ട എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്കെന്താണ് അഭിപ്രായം? നിങ്ങൾ സ്വയം ആലോചിക്കുക. കേൾക്കണോ? നിന്റെ ദൈവം, നിന്റെ തമ്പുരാൻ, ഉടമസ്ഥനായ റബ്ബ് പറഞ്ഞതാ. നിനക്ക് കേൾവി തന്നതും കാഴ്ച തന്നതും നീ കേൾക്കാനും വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമാണ്. അതല്ലാതെ അതിന് പൂട്ടിട്ടിട്ട് ആർക്കോ വേണ്ടി ജീവിക്കാനല്ല. അതുകൊണ്ട് എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ഈ നാട്ടിലുള്ള മറ്റുള്ള സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രദ്ധിക്കുക, ശ്രവിക്കുക, നല്ലതിനെ മാത്രം തിരഞ്ഞെടുക്കുക, പ്രാവർത്തികമാക്കുക. അതിന് സ്വാതന്ത്ര്യമുണ്ട്. തെറ്റുവല്ല ഉണ്ടെങ്കിൽ കേൾക്കാതിരിക്കാം, തള്ളിക്കളയാം. പക്ഷെ ശരിയുണ്ടെങ്കിൽ മുറുകെ പിടിച്ചോളണം. കാരണം വിഷയം പരലോകമാണ്, ദുനിയാവല്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തിയ മനുഷ്യനോട്, ഞാൻ നിങ്ങൾക്ക് പ്രവാചകന്മാരെ തന്നു, പ്രബോധകന്മാര് വന്നു, ദൈവിക ഗ്രന്ഥങ്ങൾ വന്നു, കാലാനുസരണം പ്രബോധകന്മാരെ ഒരുപാട് നിയോഗിച്ചു. എന്തിനാ? നിങ്ങൾ മറ്റുള്ള സൃഷ്ടിജാലങ്ങളെ പോലെ അല്ലാത്തതുകൊണ്ട് മനുഷ്യരാണ് നിങ്ങൾ. ഉത്കൃഷ്ട വിഭാഗമാണ്, ഉത്തമ വിഭാഗമാണ്, എനിക്ക് ആവശ്യമുള്ളവരാണ്, സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവരാണ്, ആ ആരാധനകളിൽ സുഖിക്കേണ്ടവരാണ്. ഞാൻ ദൈവമായ ഞാൻ നിങ്ങളെ കൊണ്ട് ആരാധിക്കപ്പെടേണ്ടതാണ്. അതാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എന്റെ പ്രവാചകരിലൂടെ, ഞാൻ ഇറക്കി തന്ന ഗ്രന്ഥത്തിലൂടെ നിങ്ങളുടെ മതത്തെ മനസ്സിലാക്കുക, എന്നിട്ട് അതനുസരിച്ചുകൊണ്ട് ജീവിക്കുക, എന്നിട്ട് എന്റെ ദാസീദാസന്മാരായിക്കൊണ്ട് ജീവിക്കുക. ഞാൻ നിങ്ങളെ വിജയിപ്പിക്കാം. അതാണ് റബ്ബിന്റെ വാചകം. ആർക്കും വേണ്ടി നിങ്ങൾ ജീവിക്കണ്ട, എനിക്കും വേണ്ടി നിങ്ങൾ ജീവിക്കുക. അതിനെന്ത് വേണം? ഉടമസ്ഥനായ അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ചുള്ള വിവരം വേണം. അത് തിരിച്ചറിയണം, അതിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം, നിയമാവലികൾ അനുസരിക്കണം, അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കണം, തന്നിഷ്ടം കാണിക്കാതിരിക്കണം. അതാണ് ആദ്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ വിവരം ജനങ്ങൾക്ക് വിശദമായി പഠിപ്പിച്ചു കൊടുത്തു. മനുഷ്യരായ നിങ്ങൾ, ഉത്കൃഷ്ടരായ നിങ്ങൾ, ഉത്തമരായ നിങ്ങൾ, അല്ലാഹുവിന്റെ അടിമകളായിക്കൊണ്ട് ജീവിക്കേണ്ട നിങ്ങൾ, ഞാൻ തരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക, ആ നിയമാവലികൾ അറിയുക. നിങ്ങൾ നാൽക്കാലികളെ പോലെ ആവരുത്, ജന്തുജാലങ്ങളെ പോലെ ആവരുത്, കീടങ്ങളെ പോലെ ആവരുത്. അങ്ങനെ ആവേണ്ടവരല്ല നിങ്ങൾ, ഉത്കൃഷ്ടരാണ് നിങ്ങൾ. ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടവരാ, ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് അല്ലാഹു ആലോചിക്കാനും ചിന്തിക്കാനും ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞതും ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമികളുടെയും സൃഷ്ടിപ്പിൽ വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാവും പകലും മാറി മാറി വരുന്നത് ലആയാതിൻ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവന് ദൃഷ്ടാന്തമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതാ. ആലോചിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ടെന്ന്, ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുമെന്ന്. അതുകൊണ്ട് അതായിരിക്കണം ആദ്യം നാം തിരിച്ചറിയേണ്ടത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ മുസ്ലിമീങ്ങൾ വിളിക്കുന്ന അല്ലാഹ്, മറ്റു മതസ്ഥർ വിളിക്കുന്ന ദൈവം, അല്ലെങ്കിൽ ഏതോ ശക്തി, അതുമല്ലെങ്കിൽ ഊപ്പർവാല, അല്ലേ സാധാരണ പറയാ ഊപ്പർവാല. ആ ദൈവം അവന്റെ ദാസീദാസന്മാർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ, നിയമാവലികൾ, അതിർവരമ്പുകൾ, പരിധികൾ, അത് ഓരോ മനുഷ്യന്മാരും അറിഞ്ഞിരിക്കണം. മുസ്ലിം എന്ന് പ്രത്യേകതയില്ല, മുഹമ്മദിന്റെ മതക്കാരൻ എന്ന് പ്രത്യേകതയില്ല, അല്ലെങ്കിൽ അള്ളാഹു എന്ന ദൈവത്തിന്റെ ആണെന്ന് പ്രത്യേകതയില്ല, ഏതെങ്കിലും ഗോത്രമെന്ന് പ്രത്യേകതയില്ല, അറബിയായിരിക്കണമെന്ന് പ്രത്യേകതയില്ല, മുസ്ലിമിന്റെ പാരമ്പര്യം വേണമെന്ന് പ്രത്യേകതയില്ല. ഭൂമിയിൽ ജീവിക്കുന്ന ആദമിന്റെ മക്കളായിട്ട് ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കുമുള്ള ബാധ്യത അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ കേൾക്കുക എന്നത്. ഹിന്ദുവാവാം, ക്രിസ്ത്യാനിയാവാം, ജൂതനാവാം, മജൂസിയാവാം, കമ്മ്യൂണിസ്റ്റുകാരനാവാം, നിരീശ്വരവാദിയാവാം, ആരുമാവാം, അവരൊക്കെ കേൾക്കേണ്ടത് ഒരൊറ്റ ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ. അവനെ മാത്രം അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം, അവനെ മാത്രം ആരാധിച്ചുകൊണ്ടുള്ള ജീവിതം, അവന് മാത്രമെല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം. അതാണ് എല്ലാവരോടും ദൈവം പറയുന്നത്. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഓ ജനങ്ങളെ, അബ്ദുള്ള എന്ന പിതാവിന്റെ, ആയിഷ എന്ന മാതാവിന്റെ മകനായി പിറന്ന അബ്ദുറഹ്മാൻ ഒരു മുസ്ലിം, മാധവൻ എന്ന പിതാവിന്റെ, അല്ലെങ്കിൽ മാധവി എന്ന മാതാവിന്റെ മകനായി പിറന്ന ഏതെങ്കിലും ഒരു ഹൈന്ദവ സഹോദരൻ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ പിറന്ന ക്രിസ്തീയ സഹോദരൻ, ഉദയനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ജൂത കുടുംബത്തിൽ പിറന്ന ഒരു ജൂതമതസ്ഥൻ, അതല്ലെങ്കിൽ മജൂസിയായവൻ, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരായ മാതാപിതാക്കളുടെ മകനായി പിറന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. യാ അയ്യുഹന്നാസ്, മാലോകരെ, നിങ്ങളിങ്ങനെ വ്യത്യസ്തങ്ങളായി കാണുന്ന മനുഷ്യ വിഭാഗങ്ങളുണ്ടല്ലോ, അവരെല്ലാം ഒരുമിച്ചുകൊണ്ടുള്ള നാഥന്റെ വിളി, ദൈവത്തിന്റെ വിളി. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. വിളി എവിടെ? ഖുർആനിൽ, വിശുദ്ധ ഖുർആനിൽ, ദൈവിക ലോകത്തിൽ നിന്നും വന്ന ഗ്രന്ഥത്തിൽ, ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ ആയാത്തുകളിൽ മനുഷ്യന്മാർക്ക് വലിയ വെളിച്ചം കാണിക്കാൻ, നന്മ കാണിക്കാൻ, അതേ മനുഷ്യനും മനുഷ്യനാക്കി തീർക്കാൻ ആകാശ ലോകത്തിൽ നിന്നും വന്ന ദൈവത്തിന്റെ ഗ്രന്ഥത്തിലുള്ള വിളി. യാ അയ്യുഹന്നാസ്, മാലോകരെ, ആദമിന്റെയും ഹവ്വായിന്റെയും മക്കളായി പിറന്നവരല്ലേ നിങ്ങള്? പല ഗോത്രങ്ങളായി, പല കുടുംബങ്ങളായി, പല പേരുകളിലായി, പല ജാതികളിലായി നിങ്ങൾ നിങ്ങളെ തിരിച്ചത്. എനിക്ക് നിങ്ങൾ എന്റെ സ്വന്തം അടിയാറുകൾ. വിളി എങ്ങനെയാ? എനിക്ക് നിങ്ങൾ എന്റെ സ്വന്തം അടിയാറുകൾ. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ഖുർആനിന്റെ ആദ്യത്തെ പ്രഖ്യാപനം, നിങ്ങളുടെ രക്ഷിതാവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ആരാണ് നിന്റെ രക്ഷിതാവ്? ആരാണ് നിന്റെ രക്ഷിതാവ്? ആരായിരിക്കണം നിന്റെ രക്ഷിതാവ്? ആലോചിച്ചോ മനുഷ്യ? നീ ചിന്തിച്ചോ? ജീവിതത്തിന്റെ ഓരോ ഗതികളെയും സൗഖ്യത്തോടെ, സുഖാനുഭൂതിയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യൻ അവന്റെ സ്വന്തം ദൈവത്തെക്കുറിച്ച് ആലോചിക്കാൻ സമയം കണ്ടെത്തുകയില്ല.
അവന് സൗകര്യം ലഭിച്ചില്ല. അവന്റെ കച്ചവടം, അവന്റെ വിദ്യാഭ്യാസം, അവന്റെ ബിസിനസ്, അവന്റെ മറ്റുള്ള കാര്യങ്ങൾ, അവന്റെ രാഷ്ട്രീയം, അവന്റെ അധികാരം, അവന്റെ സൗകര്യം, അവന്റെ നേട്ടങ്ങൾ, ഇതിനെക്കുറിച്ച് ആലോചിക്കാനും പഠിക്കാനും ചിന്തിക്കാനും 24 മണിക്കൂറും മനുഷ്യൻ തയ്യാറാണ്. സ്വന്തം രക്ഷിതാവിനെ കുറിച്ച് അറിയാൻ ഒരു നിമിഷം ആലോചിക്കാൻ മനുഷ്യരെ നമ്മൾ തയ്യാറല്ല. പിന്നെ എങ്ങനെ ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? കച്ചവടം പുഷ്ടിപ്പെടാൻ നീ ഒരുപാട് ആലോചിക്കണം. വേണ്ടേ? ആലോചനാ ശക്തി നഷ്ടപ്പെട്ടവന്റെ ബിസിനസ് പച്ച പിടിക്കൂല. ചിന്താശക്തി ഇല്ലാത്തവന് ബിസിനസ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? ഒരുപാട് ആലോചിക്കേണ്ടിയിരിക്കുന്നു, കണക്കുകൂട്ടലുകൾ നടത്തേണ്ടിയിരിക്കുന്നു. എന്റെ പ്രിയമുള്ള മനുഷ്യരെ, അതേ ചിന്തയും അതേ ബുദ്ധിയും ഉപയോഗിച്ചാലല്ലാതെ സ്വന്തം രക്ഷിതാവിനെ മനസ്സിലാവില്ല. ഉപയോഗിക്കണം, ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, എനിക്ക് എന്റെ രക്ഷിതാവിനെ തിരിച്ചറിയാം, എന്റെ രക്ഷിതാവിനെ മനസ്സിലാക്കാൻ, എന്റെ റബ്ബിനെ കുറിച്ച് ഗ്രഹിക്കാൻ എനിക്ക് എന്റെ ദൈവം തന്നെ ബുദ്ധി അത് ഉപയോഗിക്കണം. ഞാൻ സ്വന്തം, മറ്റൊരുത്തനല്ല എന്റെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. നിന്റെ ഇമാമോ, നിന്റെ ഖാദിയോ, നിന്റെ സുൽത്താനോ, നിന്റെ ശൈഖോ, നീ എല്ലാമെല്ലായി കാണുന്നവരോ അല്ല. നിന്റെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് നീയ. അതിനൊക്കെ അല്ലാഹു ബുദ്ധി നൽകിയത്. അല്ലെങ്കിൽ പിന്നെ ഒരാൾ കൊടുത്താൽ പോരെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം കൊടുത്താൽ പോരെ ബുദ്ധി? തങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരൂലേ? പിന്നെന്തിനാണ് സഹോദര നമ്മുടെയൊക്കെ തലയോട്ടിക്കുള്ളിൽ അല്ലാഹു ഈ തലച്ചോറ് നൽകിയത്? സ്വയം ആലോചിക്കാൻ, സ്വയം ചിന്തിക്കാൻ, എന്നിട്ട് രക്ഷിതാവിനെ കണ്ടെത്താൻ. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയിന്റുകൾ പറഞ്ഞു കൊടുത്തു അല്ലാഹുവിനെ കുറിച്ച് രക്ഷിതാവിനെ മനസ്സിലാക്കാൻ. ആ ദൈവം ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത്, നിങ്ങൾ രക്ഷിതാവിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ സൃഷ്ടിച്ചവൻ ആരാണ് എന്ന, നിങ്ങളെ സൃഷ്ടിച്ചവൻ ആരാണ് എന്ന്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ മനുഷ്യോൽപ്പത്തിയെ കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ച വന്നത്. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, കളിമണ്ണിന്റെ തട്ടയിൽ നിന്നാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചത്. പിന്നെ ആ കളിമണ്ണിലുണ്ടാകുന്ന സസ്യങ്ങളെയും പിന്നെ പഴവർഗ്ഗങ്ങളെയും മറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെയും ഒരാണും പെണ്ണും ഭക്ഷിക്കുന്നു. അതുപയോഗിച്ച് മനുഷ്യ ശരീരത്തിൽ ബീജത്തുള്ളി ഉണ്ടാകുന്നു. പുരുഷ ശരീരത്തിലുള്ള ബീജം സ്ത്രീയുടെ അണ്ടവുമായി ബന്ധപ്പെടുന്നു. അങ്ങനെ ആ ബീജത്തുള്ളിയെ നാം ആക്കുന്നു സുരക്ഷിതമായ ഒരു കോട്ടയിൽ, ഒരു സ്ഥാനത്ത്. ഉമ്മാന്റെ ഗർഭാശയം, അതേക്കുറിച്ചായി പറഞ്ഞത് മാതാവിന്റെ ഗർഭാശയം. അള്ളാഹുവിനല്ലാതെ മറ്റാർക്ക് പറ്റും സഹോദര മനുഷ്യോൽപ്പത്തിയെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും ഒരാൾക്ക്? മനുഷ്യന്റെ കൈകൾ കൊണ്ടുണ്ടായ ദൈവത്തിന് പറ്റുമോ? മനുഷ്യരായിട്ട് ജീവിച്ച് മരിച്ചുപോയ പുണ്യവാന്മാർക്ക് പറ്റുമോ? സൃഷ്ടാവിനെ മനസ്സിലാക്കി തരാമെന്ന പ്രവാചകന്മാർക്ക് പറ്റുമോ? ആ സൃഷ്ടാവിന്റെ അടിയാളുകളായ മലായികത്തിന് പറ്റുമോ? ഇല്ല, അല്ലാഹുവിന് മാത്രം അവനെ പറഞ്ഞിട്ടുള്ളൂ, അവനെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളൂ. സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് നാം നിക്ഷേപിച്ചു ആ ബീജത്തുള്ളിയെ. പിന്നെയോ, പിന്നെ ഒരു സമയപരിധി കഴിഞ്ഞ ശേഷം അതിനെ നാം ഒരു രക്തക്കട്ടയാക്കി മാറ്റി, പിന്നെ മാംസപിണ്ഡമാക്കി മാറ്റി, പിന്നെ അസ്ഥികൂടമാക്കി മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോ ആ അസ്ഥികൂടത്തിന്റെ മേൽ ഇറച്ചിയെ പൊതിഞ്ഞു നാം. അങ്ങനെ പുതിയ ഒരു കോലത്തിൽ ഉമ്മാന്റെ ഗർഭാശയത്തിൽ മനുഷ്യന്മാര് ജീവിതം ആരംഭിച്ചു. അല്ലാഹു നമ്മളെ പടച്ചവൻ. എന്നിട്ട് ആ ദൈവം പറഞ്ഞു മനുഷ്യരോട്, അങ്ങനെ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾക്ക് എങ്ങനെ മറക്കാൻ പറ്റും? അവനല്ലേ നിങ്ങളെ ഉണ്ടാക്കിയത്, അവനല്ലേ ഈ കാണുന്ന പ്രപഞ്ചത്തെ നിർമ്മിച്ചത്. 7 ആകാശങ്ങളുടെ നാഥൻ അല്ലാഹുവാ, 7 ഭൂമികളെ ഉണ്ടാക്കിയവൻ അല്ലാഹുവാ, സമുദ്രങ്ങളെ, കാടുമേടുകളെ, മരുഭൂമികളെ, പർവ്വതങ്ങളെ, സർവസ്വത്തിനെ
എല്ലാത്തിനെയും ഉണ്ടാക്കിയവൻ ഞാൻ തന്നെയാ. ഈ നിർമ്മാണ വിഷയത്തിൽ ഒരാളും എനിക്ക് പങ്കാളിയായിട്ടില്ല, എനിക്ക് സഹായിയായിട്ടില്ല, അഭിപ്രായം പറയാനില്ല, എനിക്കെന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു തരാനില്ല. അവൻ ഏകനായിട്ട് പടച്ച് സർവ്വതിനെ 7 ആകാശങ്ങളെ പടക്കുന്ന സമയം എന്റെ പ്രിയമുള്ള മനുഷ്യ നമ്മൾ ആരുമില്ല. മനുഷ്യപിതാവായ ആദം പോലുമില്ല അലൈഹി സ്വലാത്തു വസ്സലാം. ഇല്ല. അന്ന് പടച്ചു അല്ലാഹു 7 ആകാശങ്ങളെ, 7 ഭൂമികളെ, പർവ്വതങ്ങളെ, പ്രപഞ്ചത്തെ. എന്നിട്ടാ മനുഷ്യൻ പിന്നെ ഭൂമിയിലേക്ക് വന്നത്. ലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് അയച്ച അല്ലാഹു പറഞ്ഞത് ഭൂമിയിൽ പോയിട്ട് സുഖമായിട്ട് ജീവിച്ചോ, അവിടെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന്. അല്ലേ? അത് നമ്മൾ ആരില്ല, പക്ഷെ അല്ലാഹു കൊണ്ട് അവൻ പടച്ചു. അവനാരെയും സഹായിയായിട്ടും വന്നില്ല, ആരോടും അഭിപ്രായം ചോദിച്ചില്ല. ഏകനായിട്ട് തന്നെ, ഏകനായിട്ട് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ റബ്ബ് ഏകനായിട്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു, നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ആകാശലോകങ്ങൾക്കപ്പുറത്ത് അർശി എന്ന സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ രാജാവ്, അധികാരികളുടെ അധികാരി, സ്വച്ഛാധിപതിയും അഹങ്കാരിയും ധിക്കാരിയുമായവൻ അതേ അല്ലാഹ്. രാജാക്കന്മാരുടെ രാജാവായവൻ, അധികാരികൾക്ക് അധികാരം നൽകുന്നവർ, അധികാര കസേരയുടെ രസം പിടിച്ചവന്റെ കസേരയെ വലിച്ചു നീക്കി നിന്നരാക്കുന്നവർ, മനുഷ്യന്മാർക്ക് അഭിമാനം കൊടുക്കുന്നവർ, നിന്നരാക്കുന്നവർ, എല്ലാത്തിനെയും മടക്കി ഭരിക്കുന്നവർ, എല്ലാത്തിനും കഴിവുള്ളവർ, ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനായവർ, ആ രക്ഷിതാവ് ആകാശലോകത്തിൽ നിന്നും ഭൂലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് ഖുർആൻ. മിനസ്സമാഇ ഇലൽ അർദ്. ഒരാൾക്ക് പറ്റും വായു ഉണ്ടാക്കാൻ, വെള്ളം ഉണ്ടാക്കാൻ, സൂര്യനെ കൊണ്ടുവരാൻ, ചന്ദ്രനെ ഉണ്ടാക്കിത്തരാൻ, മേഘങ്ങൾ ഉണ്ടാക്കാൻ ആർക്ക് പറ്റും? അല്ലാഹു അല്ലാത്തവർക്ക്. അല്ലാഹു ചോദിക്കുന്നു, അറഅയ്തും ഇൻ ജഅല അല്ലാഹു അലൈകുമുൻ നഹാറ സർമദാ. എന്താണ് മനുഷ്യരെ നിങ്ങളുടെ അഭിപ്രായം? സൂര്യനെ സൃഷ്ടിച്ച റബ്ബ്, സൂര്യനെ പടച്ചുണ്ടാക്കിയ രക്ഷിതാവ് ഒരു ദിവസം തീരുമാനിക്കുകയാണ്, രാത്രിയിൽ മറഞ്ഞുപോയ അസ്തമിച്ചുപോയ സൂര്യൻ ഇനി പകൽ സമയം കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ച് വരണ്ട എന്ന് അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പ്രകാശത്തിന്റെ കിരണം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ മറ്റാർക്ക് കഴിയും മനുഷ്യരെ? ചോദ്യമല്ലാതെ പറ്റോ? ആർക്കെങ്കിലും ഒരാൾക്ക് അല്ലാഹുവിന്റെ കൂടെ മറ്റുള്ളവരെയും ആരാധിക്കാമെന്ന് പറയുന്ന മുസ്ലിമീങ്ങളിൽപ്പെട്ടവരെങ്കിലും പറ, പറ്റുമോ നിങ്ങളുടെ ദേവന്മാർക്ക്, നിങ്ങളുടെ ആരാധനാമൂർത്തികൾക്ക് ആരാധിക്കുകയും പൂജിക്കുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നേടുകയും ചെയ്യുന്ന മെരിച്ച് മണ്ണൊഴിഞ്ഞു പോയ പുണ്യവാന്മാർക്ക് പറ്റുമോ? പ്രവാചകന്മാർക്ക് പറ്റുമോ? മലായിക്കർക്ക് പറ്റുമോ? ഔലിയായിന് പറ്റുമോ? സാലിഹ്യങ്ങൾക്ക് പറ്റുമോ? പറ. അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം കൊടുക്ക്. സൂര്യനെ കൊണ്ടുവരാ പറ്റുമോ? മനുഷ്യന്മാർക്ക് സൂര്യനില്ലാതെ ജീവിക്കാൻ പറ്റൂല, ശാസ്ത്രം കണ്ടുപിടിച്ചാൽ. പക്ഷെ സൂര്യനെ ഉണ്ടാക്കിയ നാശനങ്ങാനം ഒരു ദിവസം സൂര്യൻ വേണ്ട എന്ന് തീരുമാനിച്ചാൽ ആര് തരും നിങ്ങൾക്ക് പ്രകാശം? പറ. ആരുമില്ല, ആരുമില്ല. സൂര്യനെ ഏകനായി പടച്ച റബ്ബിനല്ലാതെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യനെ ഉദിപ്പിക്കാൻ കഴിയൂല സാധന. ഉദിച്ചുയർന്ന സൂര്യന്റെ മുന്നിൽ കുളിച്ച് ശുദ്ധിയായി തൊഴുത കഴിഞ്ഞോടെ നോക്കുന്ന സഹോദര, നീ പൂജിക്കുന്ന, നീ ആരാധിക്കുന്ന സൂര്യദേവന് പറ്റുമല്ല സ്വയം ഉദിച്ചു വരാൻ സൂര്യന്റെ ദൈവം കൊണ്ടുവന്നാലല്ലാതെ പറ്റോ? ഇല്ല. അറായിതും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജനങ്ങളെ? ഇൻ ജഅല അല്ലാഹു അലൈക്കുമുൽ ലൈല സർമദാ. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു പോയി, ഇനി പകല് വേണ്ട, രാത്രി മാത്രം മതിയെന്ന് റബ്ബ് തീരുമാനിച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ഇനി ഇൻ ജഅല അല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദാ. ഇനി രാത്രി വേണ്ട,
അള്ള തീരുമാനിക്കാം. ഇനി രാത്രി വേണ്ട, കിഴക്കുതിച്ച സൂര്യൻ പടിഞ്ഞറിഞ്ഞ് അസ്തമിക്കണ്ട എന്നിന്റെ റബ്ബ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ആര് കൊണ്ടുവന്ന് തരും രാത്രിയെ സുഖമായി തുടങ്ങാൻ? ഇല്ല, എനിക്ക് മാത്രമേ പറ്റൂ, എനിക്ക് മാത്രമേ പറ്റൂ. അതല്ലാഹു ചുരുക്കി പറഞ്ഞു. അനന്തരവും മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ? യസ്ജുദു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വമാ ബൈനഹുമാ. 7 ആകാശങ്ങൾ, 7 ഭൂമികൾ, അവയ്ക്കിടയിലുള്ള സർവ്വതും, വശംസ വൽ ഖമർ, സൂര്യനും ചന്ദ്രനും, വന്നജൂം, നക്ഷത്രങ്ങളും, വൽ ജിബാൽ, പർവ്വതങ്ങളും, വസ്സലറു, മരവും, വദ്ദവാ, എല്ലാ ജീവജാലങ്ങളും ഉടമസ്ഥന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾക്കെന്തേ ഒരു സംശയം? നിങ്ങൾക്ക് മാത്രം എന്തേ ഒരു സംശയം? സംശയിക്കണ്ട, ആ നാഥൻ തന്നെയാണ് ആരാധിക്കപ്പെടേണ്ടവൻ, വേറെ ആരുമില്ല. ഏത് ദൈവത്തെയാണോ ഏത് ശക്തിയാണോ ആരാധിക്കപ്പെടണമെന്ന് ദൈവിക ഗ്രന്ഥങ്ങൾ പറഞ്ഞത് സാധാരണക്കാരെ പറ്റിക്കരുത്, പറ്റിക്കരുത്. ഇല്ല, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമാണ്. കാരണം ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്, ഖുർആൻ അങ്ങനെയാ പറഞ്ഞത്. അടിമകൾ ചോദിക്കാൻ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നമ്മൾ ആവലാതി പറയാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. ചോദിക്കണോ? ഞാൻ തരാം, എന്ത് വേണമെങ്കിലും തരാം, എനിക്കൊരു കുറവില്ല. വലില്ലാഹി ഖസാഇനു സമാവാതി വൽ അർദ്. ആകാശലോകത്തിന്റെ ഖജനാവ്, ഭൂലോകത്തിന്റെ ഖജനാവ്, എല്ലാത്തിന്റെയും അധികാരി ഞാനാ. നീ എന്നോട് ചോദിക്ക്, ആവർത്തിച്ച് ചോദിക്ക്, അവസാന കാലം വരെ ചോദിക്ക്. തന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അണിമണി തൂക്കം കുറവെനിക്ക് സംഭവിക്കൂല. ആ പേടി നിങ്ങൾക്ക് വേണ്ട. കുറഞ്ഞു പോകുമോ എന്ന നിരാശയുണ്ടെന്ന ചോദിച്ചോ, തരാം, ഒരു കുറവ് സംഭവിക്കൂല. ഖസാഇനു സമാവാതി വൽ അർദ്. ആകാശലോകത്തിന്റെയും ഭൂലോകത്തിന്റെയും ഈ മഹാപ്രപഞ്ചത്തിന്റെ താക്കോൽ കൂട്ടം എന്റെ കയ്യിലാണ്. എനിക്കെന്താ കുഴപ്പം? എനിക്കെന്താ? നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ച് നിങ്ങൾക്ക് തന്നാൽ എനിക്കെന്തെങ്കിലും കുറവ് സംഭവിക്കുമെങ്കിലും ഓക്കെ, ചോദിക്കണ്ട. അതില്ലല്ലോ, അത് അല്ലാഹുവിനില്ലല്ലോ. അതേസമയം ഇന്ന് മുസ്ലിങ്ങളിൽപ്പെട്ടവർ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നവർ അപൂർണരാണ്, പരിചയിക്കപ്പെട്ടവരാണ്. അല്ലാഹു പറഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റൂല. പറ്റുമോ? وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. ഖുർആൻ. وَإِذَا سَأَلَكَ عِبَادِي عَنِّي. പ്രവാചകരെ, എന്റെ അടിമകൾ, എനിക്ക് ഇഷ്ടമുള്ളവരാണവർ, ഞാൻ സൃഷ്ടിച്ചു വിട്ട എന്റെ അടിമകൾ എന്നെ കുറിച്ച് അങ്ങയോട് ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങ് പറയണം, ഫഇന്നീ ഖരീബ്, ഞാൻ നിന്റെ സമീപസ്ഥനാണ്. ഇനി ഈ ആയത്തിന് വേറെ വല്ല അർത്ഥം പറയോ? ഈ വാക്കിന് വേറെ വല്ല അർത്ഥം പറയാനുണ്ടാവോ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, മനുഷ്യന്മാരെ വേഗത്തിലേക്ക് തള്ളിക്കളയാൻ, സത്യത്തിന്റെ വഴിയിൽ നിന്ന് പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഇല്ല സഹോദര, പറ്റൂല. ഖുർആനിന്റെ ആയാത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടികളല്ലോ. പരലോകത്തിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഭയപ്പെടുക. അല്ലാഹുവിനെ നിന്നെ പടച്ചതിന്റെ ദൈവത്തെ പേടിക്കുക, എന്നിട്ട് നന്നായിട്ട് ജീവിക്കുക. ദുർവ്യാഖ്യാനം ചെയ്യല്ലേ ഖുർആന്റെ ആയാത്തിനെ, ദുർവ്യാഖ്യാനിക്കല്ലേ. തെറ്റിദ്ധരിപ്പിക്കുന്ന മനുഷ്യന് ഉള്ളത് അതേപോലെ പറഞ്ഞു കൊടുക്കുക. ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. അതേപോലെ പറഞ്ഞാൽ, എടാ ഇത്രയും കൊല്ലം നീ എന്നെ അങ്ങനെ ആക്കുമായിരുന്നു അല്ലേ, പഠാണു പോവും മുത്തിക്ക്, ആ പേടിയായിരിക്കാം ഒരുപക്ഷെ. അതല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സുഖാനുഭൂതികളുടെ ആസ്വാദനം കുറഞ്ഞു പോകുമോ എന്ന ഭയപ്പാടായിരിക്കാം അബൂലഹബിന്റെ പേടി അല്ലേ. അബൂലഹബിന്റെ പേടി. അബൂലഹബിന് എന്താ കുഴപ്പം? അബ്ദുള്ളാന്റെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുതിയ ആദർശം വിളംബരം ചെയ്താൽ അബൂലഹബിന് എന്താ പേടി? അബൂലഹബ് കത്തിക്കറാനുള്ള കാരണം എന്താ? തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാരണം എന്താ? എന്തായിരുന്നു സഹോദര?
തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദ ജമാഅതന. അബൂ ലഹബ് ചോദിച്ചു, നശിച്ചു പോട്ടെ മുഹമ്മദ് നബി, ഇത് വളരെ ഒഴിച്ചു കൂട്ടിയത് ഫറഖത ജമാഅതന, സാഹോദര്യ ബന്ധം നശിപ്പിക്കാൻ, നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ, ലഹള ഉണ്ടാക്കാൻ, കോപ്പങ്ങൾ ഉണ്ടാക്കാൻ, മഹല്ലിനെ ഭിന്നിപ്പിക്കാൻ, ഭാര്യയെയും ഭർത്താവിനെയും ഭിന്നിപ്പിക്കാൻ, കുടുംബക്കാരെ ഭിന്നിപ്പിക്കാൻ, അതിനാണ് മുഹമ്മദ് പുതിയ വാദം പറഞ്ഞത്. അബൂ ലഹബ് ചോദിച്ചു, അതേ ചോദ്യമല്ല ഇതും, അതേ ചോദ്യമല്ല ഇതും. എന്താ നിങ്ങൾ നാട്ടിൽ വന്നത് കോവിക്കാലത്ത് ഞങ്ങൾ അടുപ്പിക്കാനാ, കുഴപ്പമുണ്ടാക്കാനാ, കലാപുണ്ടാക്കാനാ, പുതിയ മസ്ജിദ് വേറെ കൊണ്ടുവരാനാ? അതേ ചോദ്യം. അബൂലഹബിന്റെ പേടി എന്താണെന്നറിയുമോ? അന്ന് അബൂലഹബ് കഅബാലയത്തിലെ പൂജാരിയാൻ, പുരോഹിതനാണ്. ജനങ്ങളുടെ വിശ്വാസക്കുറവിനെയും വിവരമില്ലായ്മയെയും ചൂഷണം ചെയ്ത് അബൂലഹബിന്റെ മാളികയിലെ പത്തായം നിറയ്ക്കുകയായിരുന്നു അബൂലഹബ്. മുഹമ്മദിന്റെ ആദർശം ജനങ്ങൾ സ്വീകരിച്ചാൽ നേർച്ചകളും വഴിപാടുകളുമായി വരുന്ന സ്വർണത്തിന്റെ നാണയത്തുട്ടുകൾ ഇല്ലാതെയാവും. അതായിരുന്നു അബൂലഹബിന്റെ പേടി. അതിനാണ് അബൂലഹബ് പ്രതികരിച്ചത്. ആ ഒരു ഭയപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്റെ പൊന്നു മുസ്ലിമീങ്ങളെ അത് മാറ്റിവെക്ക്, മരണത്തിന് വേണ്ടി ഒരുങ്ങ്, മരണത്തിന് വേണ്ടി ഒരുങ്ങ്, തെറ്റിദ്ധരിപ്പിക്കണ്ട. പറഞ്ഞുകൊടുക്ക്, ഞാൻ നിങ്ങളുടെ സമീപസ്ഥനാണ്, അടുത്തുണ്ട്, അടുത്തുള്ള ദൈവത്തോട് ചോദിക്കാൻ. അതിനിടയിൽ എന്തിനു പറഞ്ഞത്? അല്ല പറയാൻ അടുത്തുണ്ടെന്ന്. നിന്റെ ഈ കർമ്മനാമ്പിനേക്കാളും ഈ നാടിയേക്കാളും അടുത്ത് നിന്റെ റബ്ബുണ്ട് നിന്റെ അടുക്കൽ. പിന്നെ ഇതിനിടയിലാണ് കണ്ണിന്റെ കട്ടുനോട്ടങ്ങള്, മനസ്സിന്റെ ഉള്ളകത്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രഹസ്യങ്ങള് പരസ്യമായി അറിയുന്നവരാണല്ല. അല്ലാഹുവിനോട് നിന്റെ ആവരാധികൾ പറയാൻ എന്തിനാണ് മരിച്ച? അതിനിടയിൽ മറ്റൊരു പ്രവാചകൻ, അതിനിടയിൽ വലിയ, അതിനിടയിൽ മൊയ്‌ദി ശൈഖ്, അതിനിടയിൽ റിഫായി ശൈഖ്, അതിനിടയിൽ ദാറങ്ങളും മഖ്ബറകളും. ആലോചിച്ചൂടെ മനുഷ്യന്മാരെ? ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ട്, ഒന്നും പേടിക്കണ്ട. അല്ല പറയാ ആരോട്? ആരോട്? ഖുർആൻ വായിക്കുന്ന ജനങ്ങളോട്. എന്നിട്ടോ എന്നോട് ദുആ ചെയ്യുന്നവർക്ക്, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക്, എന്നെ വിളിച്ച് ആവരാധികൾ പറയുന്നവർക്ക്, പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നവർക്ക്, പ്രയാസങ്ങളുടെ കെട്ടഴിച്ച് വെക്കുന്നവർക്ക് ഉജീബു, ഞാൻ ഉത്തരം നൽകും കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉടമസ്ഥനായ അല്ലാഹു സ്വയം പറയാ, ഞാൻ ഉത്തരം കൊടുക്കും. അവരെന്താവശ്യമുണ്ടെങ്കിലും ചോദിച്ചോട്ടെ, എന്ത് വേണമെങ്കിലും ചോദിച്ചോട്ടെ. പാപം പൊറുക്കണോ? പുറത്തേരാം, പുറത്തേരാം. കച്ചവടത്തിൽ ലാഭം വേണോ? ലാഭം തരാം. സൗകര്യങ്ങൾ വേണോ? തരാം. ഐശ്വര്യം വേണോ? തരാം. ഉപദ്രവങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടോ? പരിഹരിച്ചേരാം. ചോദിക്ക്. ആവശ്യങ്ങൾ മുന്നോട്ട് വരികയും അതിന് പരിഹാരം നേടുവരികയും ചെയ്താൽ നീ ചോദിക്കുന്നെങ്കിൽ നിന്റെ അല്ലാഹുവോട് ചോദിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ അരുളി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, എന്ന് നിങ്ങൾ ഈ ആയത്തിനെയും ദുർവ്യാഖ്യാനിക്കുമോ? അത് അബൂജഹലും മുത്തുബത്തും ശൈബത്തും അടങ്ങിയ ഖുറൈശികളോട് പറഞ്ഞ വാക്കെന്ന് പറയോ? പറയോ നിങ്ങൾ? അതെ, അവരുള്ള കാലത്തിറങ്ങിയ ആയത്തല്ല. മക്കയിലെ മുശ്രിക്കുകൾ ഉള്ള കാലത്ത് എന്തായിരുന്നു അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള വ്യത്യാസം? അത് പഠിക്കണം, അത് പഠിക്കാനുണ്ട്. അത് സാധാരണക്കാരായ മുസ്ലിമുകൾ അറിയില്ല. എന്തിനാണോ ബദർ യുദ്ധം ഉണ്ടായത്? അതിന് ഇസ്ലാമിനെതിരെ വന്നവരെ വാളെടുക്കണ്ടേ? എന്തിനാ നിങ്ങൾ ഖുതുബ എഴുതുമ്പോൾ മിമ്പറിൽ വാളും കുത്തി നിൽക്കുന്നത്? അപ്പോഴാണ് മറുപടി, വേണ്ടി വന്നാൽ നമ്മൾ ഇത് കൊടുക്കും, അത് കാണിക്കാനാണ്. ആദ്യം പറയുന്ന കാര്യങ്ങളെങ്കിലും നന്നായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് പറഞ്ഞു കൊടുക്കുക. ജനങ്ങൾക്ക് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും.
മുശ്രിക്കുകളുള്ള കാലത്ത് ആയത്തിറങ്ങുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂജഹൽ അടക്കമുള്ള മക്ക മുശ്രിക്കുകളുടെ വ്യത്യാസം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാദം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനയ്ക്ക് അല്ലാഹു വഹ്ദഹു, അവൻ തന്നെ, അവൻ ഏകനായിട്ട്, ലാ ശരീക ലഹു, അവൻ ഒരു പങ്കുകാരില്ല. അബൂജഹൽ പറയുന്നു അല്ലാഹു ഉണ്ട്, പിന്നെയോ അടക്കം യൗസ് യൗക്ക് നസ്ർ അടക്കം ബാക്കിയുള്ള എല്ലാവരും ഉണ്ട്. ഇതാ പ്രശ്നം, ഒരു കുഴപ്പമില്ല. ഒറ്റ പ്രശ്നം ഇതാ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ഖുറൈശികളോട് അല്ലാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. അബൂജഹൽ പറഞ്ഞില്ല, അല്ലാഹനെ വിളിക്കൂ, അതിന്റെ കൂടെ നമ്മൾ ഇവരെയും വിളിക്കും. എന്തിന്? നമ്മളൊക്കെ വല്ല പാപങ്ങളൊക്കെ ചെയ്ത് ഹൃദയങ്ങളൊക്കെ കറ പിടിച്ച തോന്നിവാസികളും വൃത്തികെട്ടവരുമല്ലേ, ആ നമുക്ക് അല്ലാഹുവോട് എങ്ങനെ ചോദിക്കാൻ പറ്റും? അതുകൊണ്ട് പുണ്യവാളന്മാരായ തെറ്റുകളിൽ നിന്നും മുക്തരായ ഇവരെ ഇടയിൽ വെച്ച് പിറ്റേതങ്ങ് ചോദിച്ചാൽ അല്ലാഹു കബൂലാക്കും. എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ഈമാനെതിരാണ് ഈ വാക്ക്, ഖുർആനിനെതിരാണ് ഈ വാക്ക്. അല്ലാഹു പറയുന്നു എനിക്ക് അങ്ങനെ ഒരാളെ ആവശ്യമില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും വ്യക്തമായി ധൈര്യത്തോടെ പറഞ്ഞത്, വേണ്ട, അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കും, നിങ്ങൾ ആവശ്യങ്ങളൊക്കെ അല്ലാഹുവോട് മാത്രം ചോദിക്ക്, അവൻ മതി, വേറെ ഒരു ഇലാഹും വേണ്ട, യൗസോ യൗസോ നസ്ർ ആരും വേണ്ട, ആരും വേണ്ട, അല്ലാഹുവോട് തനിച്ച് ചോദിക്കുക. അതിന്റെ പേരിലാണ് ബദറുണ്ടായത്. ബദർ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ദുആ ചെയ്ത ഒരു ദുആ താരീഖിന്റെ ഏടുകളിൽ കാണാം. അല്ലേ, ഹബീബായ തങ്ങൾ വലിയ വ്യസനത്തോടെ ദുആ ചെയ്തു അല്ലാഹുവിനോട്, അല്ലാഹുവേ, അനുയായികളെ അനുചരന്മാരെ കൂട്ടിയിട്ട് ഞാൻ യുദ്ധത്തിന് വേണ്ടി പോവാ, അവർ നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല, നീ കൊടുക്കണം, ആയുധങ്ങളൊന്നുമില്ല, നീ കൊടുക്കണം, ചെരുപ്പില്ല, നീ കൊടുക്കണം, വസ്ത്രമില്ല, നീ കൊടുക്കണം, ആരോരുമില്ല, ഒന്നുമില്ല, ഞാൻ കൂട്ടിയിട്ട് പോവാ, അവരൊക്കെ ഷഹീദായി കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് ലോകത്ത് ആളുണ്ടാവൂല, നീ സഹായിച്ചേക്കണേ റബ്ബേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു. തൊട്ടപ്പുറത്ത് അബൂജഹലും ദുആ ചെയ്യാം, കാബയില് മക്കയില്. എന്താ ദുആ? മോയിൻകുട്ടി വൈദ്യര ബദർ പാട്ടെങ്കിലും പാടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവൂലേ? അതിലില്ല ആ പാട്ട്. അബൂജഹലിന്റെ ദുആ, കഅബാലയത്തിന്റെ ഉടമസ്ഥനെ വിളിച്ചുകൊണ്ട് ദുആ അബൂജഹലിന്റെ, അല്ലാഹ്, അസത്യവും സത്യവും തമ്മിൽ യുദ്ധം നടക്കാൻ പോവാൻ, നിനക്കറിയാം സത്യം ഏതാണെന്ന്, സത്യത്തെ നീ വിജയിപ്പിക്കുകയും അസത്യത്തെ നീ പരാജയപ്പെടുത്തുകയും ചെയ്യണം. അബൂജഹലിന്റെ ദുആ അല്ലാഹുവിനോട്. റസൂലുള്ളാഹി തങ്ങൾ അബൂജഹലിന് വല്ല പ്രശ്നവും യുദ്ധത്തിന് ആവശ്യമൊന്നുമില്ലല്ലോ, വേണം. അവിടെ റസൂലുള്ളാഹിന്റെ വാദം എന്താ? അല്ലാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, അല്ലാഹു അല്ലാതെ വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അവിടെ കഅബാലയത്തിന്റെ മുന്നിൽ ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. യൗസ് യൗക്ക് നസ്ർ ലാത്ത ഉസ്സ അടക്കം ഒരുപാട് പേര്. ആരായിരുന്നു മുസ്ലിമീങ്ങളെ? അവര് ആരായിരുന്നു? അവർ എങ്ങനെ അറിയുമോ യൗസ് യൗക്ക് എന്ന പേരുള്ള വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്? ഒരുപക്ഷെ മുജാഹിദ് സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കും, മറ്റുള്ളവർക്ക് അറിയാൻ ചാൻസ് ഇല്ല. ഞാനെന്താ ഒന്നും പറഞ്ഞു കൊടുക്കൂലല്ലോ, ഇതൊന്നും പറഞ്ഞു കൊടുക്കില്ല, പറഞ്ഞ കാര്യം പിടികിട്ടിപ്പോവും. ആരാണ് ഈ വിഗ്രഹാരാധന വന്നത്? ഹൈന്ദവ ആചാരങ്ങളിൽ നിന്നല്ല, ഹൈന്ദവതയിൽ നിന്നല്ല, ക്രിസ്തീയതയിൽ നിന്നല്ല, മറ്റുള്ള മനസ്സിലുണ്ടാക്കിയതല്ല സഹോദര, ഇസ്ലാമിന്റെ ആൾക്കാരിൽ നിന്നും വന്നതാണ് വിഗ്രഹാരാധന. അറിയോ? ആദ്യമായി വിഗ്രഹങ്ങൾ നിർമ്മിക്കപ്പെട്ടത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. ആരാണ് നിർമ്മിച്ചത്? ആരെയാണ് ഉണ്ടാക്കിയത്? ആരാ പ്രേരിപ്പിച്ചത്? താരീഖിന്റെ വഴികളാ. ഇതൊക്കെ അറിയണം മുസ്ലിമീങ്ങള്. ബുദ്ധൂസനെ പോലെ ഇന്ന പോരാ, കാര്യം മനസ്സിലാവില്ല, ഇസ്ലാം മനസ്സിലാവില്ല. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരുപാട് മഹാന്മാരും ഔലിയാക്കളും ഉണ്ടായി. ഒരു തലമുറ ആ ഔലിയാക്കളെ ആദരിച്ചു, ബഹുമാനിച്ചു, ആ ഔലിയാക്കൾക്ക് സ്നേഹാദരങ്ങൾ നൽകി. ആ തലമുറ അവസാനിക്കുന്ന സമയം അതികഠിനമായ ആവേശവും ആഗ്രഹവും സ്നേഹവും പിശാചിന്റെ വഴിയായി പിശാച് പ്രേരിപ്പിച്ചു അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കാൻ. വലിയ പുണ്യവാളന്മാരായതുകൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു. അവർ മരിച്ചുപോയതിനു ശേഷം ആ തലമുറ തീർന്നു. അടുത്ത തലമുറ ഭൂലോകത്ത് വന്നു. അവരെ നോക്കിയപ്പോൾ
കഴിഞ്ഞുപോയ തലമുറയിൽ ചില ആൾക്കാരുടെ ഫോട്ടോകൾ മാത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട്, മറ്റാൾക്കാർ ആരുമില്ല, അതുകൊണ്ട് ഇവർക്കെന്തോ പ്രത്യേകതയുണ്ട് തെറ്റിദ്ധരിച്ച്. സ്വാഭാവികം പിശാചിന്റെ വടിയായി ആയുധമായി പ്രേരിപ്പിച്ചൊരു പിശാചി ചെയ്യാൻ ഇവർക്കെന്തോ പ്രത്യേകതയും ഇവർക്കെന്തോ പ്രത്യേക ബഹുമാനവും ശക്തിയും ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞുപോയ തലമുറ മുൻഗാമികൾ അവരുടെ കോലമോചനം ഉണ്ടാക്കി വെച്ചത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വെച്ചാൽ പോരാ, അവർ ആ വിഗ്രഹങ്ങളെ വീടിന്റെ ഉള്ളകത്തേക്ക് കയറ്റി. ആ തലമുറയും കഴിഞ്ഞു. വളർന്നു വന്ന തലമുറ അവരുടെ മക്കള് വീട്ടിന്റെ ഉള്ളകത്ത് കണ്ട വിഗ്രഹങ്ങളിൽ എന്തോന്ന് പ്രതീക്ഷിക്കുകയും പിശാചിന്റെ അതിശക്തമായ ആസൂത്രിതമായ ഇടപെടലിലൂടെ അവകളെ ആരാധിക്കാനും പൂജിക്കാനും തുടങ്ങി. ആരാണ് തുടങ്ങിയത്? ഇസ്ലാമിന്റെ അനുയായികളിൽപ്പെട്ട പിതാക്കന്മാരുടെ മക്കളായി വന്ന പിൻഗാമികളാണ് പോലെയുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയത്. അതേ തലമുറയും അതേ പാരമ്പര്യവും ഇന്ന് മുസ്ലിം സമുദായത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയാം അല്ലേ? അതാണ് ആ വിഗ്രഹങ്ങള്. പിന്നെ നസ്ർ പോലെയുള്ള വിഗ്രഹങ്ങൾ, പുണ്യവാളന്മാരുടെ വിഗ്രഹങ്ങള്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും രൂപം കൊത്തപ്പെട്ട കല്ലുണ്ടായിട്ടില്ലേ കാബാലയത്തിന്റെ മുന്നിലെന്ന്? അവർ ആ പുണ്യവാളന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചതും അവർക്ക് മുമ്പിൽ സമർപ്പിച്ചതും എന്തുകൊണ്ടാണ്? അവരെ ഇലാഹായിട്ട് കണ്ടതുകൊണ്ടല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. അവരെ ഇലാഹായിട്ട് കണ്ടതുകൊണ്ടല്ല. നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവോട് പറയാൻ ഈ പുണ്യവാളന്മാര് വേണം എന്നൊരു ചിന്തയോടെ പറയാ കണ്ടത്. റസൂലുള്ളാഹി തങ്ങൾ എതിർത്തു. പാടില്ല. അങ്ങനെ അള്ളാഹ്ക്കിടയിൽ ആരും വേണ്ട, അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അള്ളാഹു അടിമകളുമായി എപ്പോഴും ബന്ധപ്പെടുന്നവരാ, അടിമകളെ ചോദ്യങ്ങൾ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാ, തയ്യാറായിട്ടുള്ളവരാ. അടിമകളിൽ കേൾക്കേണ്ട ആവശ്യമില്ല. അബൂജഹൽ സഹിച്ചില്ല, ഖുറൈശികൾ സഹിച്ചില്ല. വാളെടുത്ത് യുദ്ധങ്ങളുണ്ടായി ഈ ഒറ്റൊന്നിനു വേണ്ടി. അള്ളാഹു മാത്രമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്റെ പൊന്നു മുസ്ലിമീങ്ങളെ, നമ്മൾ ഇനിയും ആ ഖുറൈശികളുടെ പാരമ്പര്യത്തിലേക്ക് പോയിക്കൂടാ. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. അതാണ് ഖുർആനിന്റെ ലിസ്റ്റ്. ഖുർആൻ കൂടി അള്ളാഹു പറഞ്ഞതും അതാ, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചവനല്ലേ, രഹസ്യ പരസ്യങ്ങൾ അറിയുന്നവൻ ഞാനല്ലേ, മനസ്സറിയുന്നവൻ ഞാനല്ലേ, ഭാഷ മനസ്സിലാക്കുന്നവൻ ഞാനല്ലേ, വേവലാതി അറിയുന്നവൻ ഞാനല്ലേ, എനിക്കല്ലേ ഉത്തരം ചെയ്യാൻ പറ്റൂ. നിന്റെ ഭാഷ അറിയാത്ത ഉള്ളിലായില്ല, എങ്ങനെ ഉത്തരം കഴിയുക? ഉള്ളാളത്തേക്ക് വരുന്നു. ആര്? തിരുവനന്തപുരത്തുള്ള ഒരാള് ഉള്ളാളത്തേക്ക്. കർണാടകയല്ലേ ഭാഷ? കന്നഡ ഭാഷ അല്ലേ ഉള്ളാളത്തെ തങ്ങളുടെ ഭാഷ? തിരുവനന്തപുരത്ത് താമസിക്കുന്ന അയാളുടെ ഭാഷ മലയാളം, പച്ച മലയാളം, തമിഴുമായി യോജിച്ച മലയാളം. നിങ്ങൾക്കൊന്നും പിടിച്ചേ കിട്ടൂല, പ്രത്യേകിച്ച് കാസർഗോഡുകാർക്ക്. അങ്ങനത്തെ ഒരു ഭാഷ. ഉള്ളാളത്തേക്ക് വന്നിട്ട് ഉള്ളാളത്തെ തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ആ തങ്ങൾക്ക് ഏത് ഭാഷ മനസ്സിലാവുക? കന്നഡയോ മലയാളോ? അതല്ല ലോകത്തുള്ള എല്ലാ ഭാഷയും മനസ്സിലാവോ? എല്ലാ മൊയ്തീൻ ശേഖർ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇവിടെ ഭോവിക്കാലത്തുള്ള ഒരു സുന്നി തറവാട്ടില് വീട്ടില് അടുക്കളയിൽ വെച്ച് ഒരു മുറിയിൽ വെച്ച് ഒരാൾ വിളിച്ച് പ്രാർത്ഥിക്കാം. മൊയ്തീൻ ശേഖിന്, മൊയ്തീൻ ശേഖറിനെ കാത്തേക്കണ്, സംരക്ഷിച്ചേക്കണ്, എന്റെ മക്കളെ നോക്കിയേക്കണ്, മക്കൾക്ക് തന്നേക്കണ്, ഒരു സഹായം ഉണ്ടായേക്കണ്. മലയാളം വിളിച്ച് പ്രാർത്ഥിക്കാൻ അറബിയായ മൊയ്തീൻ ശേഖർ മനസ്സിലാവോ? മലയാളം വന്നത് മൊയ്തീൻ ശേഖറിന്റെ മരിച്ചിട്ട് കാലങ്ങൾക്ക് ശേഷം. പിന്നെ ഈ ഭാഷ മനസ്സിലാവുക? ഒന്ന് തല കൊടുക്കുന്ന സഹോദര, തലച്ചോറൊന്ന് പ്രവർത്തിപ്പിക്കുന്ന സഹോദര. ഭാഷ അറിയാത്ത വലിയങ്ങനെയാ നിന്റെ ചോദ്യത്തിന് മറുപടി തരിക. പറ്റുമോ? അത് പറ. എന്നെ മലയാളം ഭാഷ പഠിച്ചത് അറിയാമോ? വർഷങ്ങൾക്ക് ശേഷം സംസ്കൃതത്തിൽ രൂപപ്പെട്ട മലയാള ഭാഷക്ക് എങ്ങനെയാ എഴുതി ചെയ്യാൻ മനസ്സിലാവാ? അറിയാ? ഇല്ല. അല്ലെങ്കിൽ തന്നെ മലയാള ഭാഷ പഠിക്കാൻ വല്ല വിഷമാ. അറിയോ? ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് പിള്ളേർ പറയേ നിങ്ങൾ മിണ്ടാണ്ടിക്ക്, ഒന്നിനും ഉറുദു പറയാ, അറബി പറ, നിങ്ങളെ ഭാഷ കടകടകളുടെ ഭാഷ പറയണ്ട, നമുക്ക് പിടുത്തേ കിട്ടുന്നില്ല. ആ മലയാള ഭാഷ മരിച്ചുപോയ മൊയ്തീശൊക്കെ പഠിക്കണമെങ്കിൽ അത്ഭുതമാണ്. മനുഷ്യന്മാർക്കൊന്നും വിശ്വസിക്കാൻ പറ്റൂല. പിന്നെ നിങ്ങളെ പോലെ ജിന്നുകളാവണം എന്നാ വിശ്വസിക്കാം. എന്താണ് സഹോദര, ഒന്ന് ആലോചിച്ചൂടെ? ലക്ഷക്കണക്കിന് ആൾക്കാർ വരിക ഉള്ളവരുടെ പള്ളിയിലേക്ക് മക്കളുടെ മുമ്പിൽ വന്നിരുന്ന് ശിരസ് കുളിച്ച് കണ്ണുനീരൊലിപ്പിച്ച് വേദനയോടെ പ്രാർത്ഥിക്കുന്നു. ആരോട്? ജീവിച്ചിരിപ്പില്ലാത്ത സവസരങ്ങളോട്. ഖുർആന്റെ ഭാഷയിൽ അംവാത്തുൽ ഗൈറു അഹ്യാ,
അവരോട് ലക്ഷക്കണക്കിന് ആൾക്കാർ പല ഭാഷയില്, പല വിഷമങ്ങള്, പല പ്രയാസങ്ങള് ഒരേ ആളോട് ഒരേ സമയത്ത് പറഞ്ഞാൽ ആ തങ്ങൾക്ക് പറ്റുമോ കേൾക്കാൻ, മനസ്സിലാക്കാൻ? ഇനി അള്ള പറഞ്ഞ പോലെ കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ തിരിച്ചറിയാൻ പറ്റുമോ? ഇപ്പത്തുന്ന ഒരാൾ മലയാളത്തിൽ, അവിടുന്ന് തമിഴ്, അവിടുന്ന് കന്നഡ, അവിടുന്ന് ഉറുദു, ഇവിടുന്ന് ഹിന്ദി, ഇവിടുന്ന് ഇംഗ്ലീഷ്, മനസ്സിലാവും? തലതിരിഞ്ഞു പോലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, വിശുദ്ധ ഖുർആനുണ്ടല്ലോ, അപാകതയില്ലാത്തൊരു ഗ്രന്ഥമാണ്, ന്യൂനതയില്ലാത്തൊരു ഗ്രന്ഥമാണ്. അതിലിങ്ങനത്തെ തോലുവാസങ്ങളൊന്നും അള്ളാഹു പറയൂല. ബലവത്തായത്, ബൃഹത്തായത്, മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അടിമകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. രഹസ്യങ്ങൾ അറിയുന്നവർ അല്ലാഹുവാണ്, മനസ്സറിയുന്നവർ അല്ലാഹുവാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഖബറിന്റെ മുമ്പ് പോയിട്ട് ചുണ്ടുമാത്ര അനങ്ങുന്ന കാണുന്നുണ്ടല്ലോ, ചുണ്ടുമാത്ര അനങ്ങ, ശബ്ദം പുറത്തു വരുന്നില്ല, അയാൾ പ്രാർത്ഥിക്കാൻ കേൾക്കുമോ? ശബ്ദമില്ലാണ്ട് കേൾക്കോ? അതും മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന ആള് കേൾക്കുന്നെങ്കിൽ തന്നെ നിങ്ങളെന്താ ഈ പിറുപിറുക്കുന്നത്? രഹസ്യം പറയുന്നെന്താ ശേഖനോട്? അത് കേൾക്കുന്നുണ്ടാവോ? എല്ലാ നിന്റെ മനസ്സിലുള്ള കാര്യം അവർക്ക് അറിയാൻ പറ്റുമെന്ന് വിശ്വാസമുണ്ടോ? അങ്ങനെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെയും പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ സൂക്ഷിക്കണം, മുസ്ലിങ്ങളെ സൂക്ഷിക്കണം. അപകടമോ, ദുഃഖകരമോ, ഒരിക്കലും വീഴാത്ത അപകടം, ഒരിക്കലും വീഴാത്ത ദുഃഖത്തിന്റെ ആഴത്തിലേക്ക് നിങ്ങളെ തള്ളിവിടുന്നവർ സൂക്ഷിക്കണം. ഒന്നുകൂടി മുസ്ലിമാവേണ്ടവർ അവരുടെ വിശ്വാസമുണ്ടെങ്കിൽ മറഞ്ഞതറിയുന്നവൻ അല്ലാഹുവാണ്. ആർക്കറിയില്ല, അറിയിച്ചു കൊടുത്തിട്ടില്ല. അറിയിച്ചു കൊടുത്താൽ പിന്നെ അല്ലാഹ്ക്ക് എന്താണ് സഹോദര സ്ഥാനം? പിന്നെ അല്ലാഹ്ക്ക് എന്താ പ്രത്യേകത? അത് ശരി, അടിമയും ദൈവവും ഒരേപോലെ അല്ലേ? പിന്നെന്തിനാ ദൈവം? മനുഷ്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരില്ലേ? മനുഷ്യ ദൈവങ്ങളെ ഒരു അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാം, എന്നിട്ട് ആരാധിക്കുക. എങ്ങനെ പറ്റുന്നു മനുഷ്യന്മാർക്ക്? എങ്ങനെ പറ്റുന്നു? നീ ഭക്ഷണം കഴിച്ചോ രാവിലെ? ആ ഭക്ഷണം കഴിച്ചു. നിന്റെ അമ്മയോ? അമ്മ മനസ്സിലല്ലേ? ആ ഭക്ഷണം കഴിച്ചോ? കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? വിശക്കൂലേ? പിന്നെ നീ നിന്റെ ദൈവം എന്താ വ്യത്യാസം? നിനക്ക് വിശക്കുന്നില്ല, ദൈവത്തിന് വിശക്കും. നിനക്ക് വ്യത്യാസമൊന്നുമല്ലേ? ഉറങ്ങണോ? അമ്മയ്ക്ക് ഉറങ്ങണോ? നിനക്കോ? നിനക്ക് ഉറങ്ങണോ? പിന്നെന്താ വ്യത്യാസം? നിനക്ക് വികാരവിചാരങ്ങളുണ്ടോ? മനുഷ്യരല്ലേ? ആ ഉണ്ട്, അവർക്കോ? അവർക്കുമുണ്ട്. നിന്റെ വികാരവിചാരങ്ങളും മനസ്സിന്റെ ആഗ്രഹങ്ങളും എങ്ങനെയാണ് നിറവേറ്റുന്നത്? അതിന്റെ കാര്യത്തിലൂടെ അവരോ മനുഷ്യന്മാർക്ക് നൈസർഗികമായി ദൈവം നൽകിയ വിശേഷണമാണ് അവരുടെ വികാരവും വിചാരവും. അത് തീർക്കാൻ ദൈവം തന്നെ വഴിയും വെച്ച് തന്നിട്ടുണ്ട്. അല്ലാത്തവന് നോമ്പ് പിടിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് പിടിക്കാൻ കഴിയാത്തവൻ എന്ത് ചെയ്യണം? ആലോചിക്കണം സഹോദരങ്ങളെ. അങ്ങനെ കണ്ണിൽ കണ്ട് എല്ലാവരും ആരാധിക്കാനും പൂജിക്കാനും പറ്റൂല. ഒരു IAS-കാരൻ, IPS-കാരൻ, വിദ്യാസമ്പന്നൻ കിടന്നിറങ്ങുന്ന കിടപ്പറയിൽ ചുമരിൽ വലിയ ഫോട്ടോ, അമ്മന്റെ ഫോട്ടോ, അല്ലെങ്കിൽ ഏതോ മനുഷ്യ ദൈവത്തിന്റെ ഫോട്ടോ. അവൻ പ്രതീക്ഷിക്കുന്നു അനുഗ്രഹം, അവരുടെ സ്നേഹം, അവരുടെ സഹായം, അവരുടെ സംരക്ഷണം. എങ്ങനെ നിന്നെപ്പോലെ ഭൂമിയിൽ ജീവിച്ച് മരിക്കേണ്ട മനുഷ്യൻ ജനങ്ങളെ സംരക്ഷിക്കും. അതേസമയം മുസ്ലിമീങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവമുണ്ടല്ലോ അല്ലാഹു, അവൻ പറഞ്ഞു എന്ത്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവനാണ് കേട്ടോ ആരാധ്യൻ. അൽ ഹയ്യു, ജീവിച്ചിരിക്കുന്നവർ, അൽ ഖയ്യൂം, എന്തെന്നും ശേഷിക്കുന്നവനും സർവശക്തിയുള്ളവനുമാണവർ. ലാ തഅഖുദുഹു സിനതു വലാ നൗം. ഉറക്കമില്ല, മറവിയില്ല, ക്ഷീണമില്ല, വിശ്രമത്തിന് ആവശ്യമില്ല. അങ്ങനത്തെ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. അല്ലേ? അവനെയല്ലേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാവൂ? അവനല്ലേ ഉത്തരം തരാൻ പറ്റൂ? നിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ അവനല്ലേ നിന്റെ മനസ്സറിയുന്നവൻ? അതെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരനുയായി വഹ്ശി റളിയല്ലാഹു തആല. നമ്മൾ പറയല്ലോ, നമ്മള് അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുള്ളൂ, കൂടെ അവരെയും എന്തിനാ നമ്മളെ റെക്കമെൻഡ് ചെയ്യാ. വഹ്ശി റളിയല്ലാഹു തആല അൻഹു അവസാന സമയത്ത് മുസ്ലിമായ ഒരു സഹാബിയ, ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ഉഹദിന്റെ രണാങ്കണത്തിൽ കൊലപ്പെടുത്തിയ വ്യക്തി. അല്ലാഹു മാപ്പ് കൊടുത്തു.
ഈ വഹ്ശി റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു പറഞ്ഞു, തങ്ങളെ എനിക്കൊന്ന് മാപ്പ് തരണം, പൊരുത്തപ്പെട്ടു തരണം, കൊന്നുപോയി, വിചരിച്ചു പോയി, സുഹൃദയ വാര നടത്തിപ്പോയി, മാപ്പാക്കില്ല. പറഞ്ഞോ? ഇല്ല. വഹ്ശിയുടെ വിഷയത്തിൽ ആയത്തിറക്കിയ അല്ലാഹ് ഇത് യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിങ്ങളുടെ സ്വന്തം രക്ഷിതാവിന്റെ, ദൈവത്തിന്റെ, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിങ്ങൾ ആരും നിരാശരായി പോകണ്ട. എന്തും ചോദിച്ചോ, വഹ്ശി കൊലയാളിയായ വ്യഭിചാരിയായിരുന്നു, ബഹുദൈവാരാധകനായിരുന്നു. പക്ഷേ ദൈവം തീരുമാനിച്ചു മാപ്പാക്കി കൊടുക്കാൻ. അള്ളാഹു മാപ്പാക്കി കൊടുത്തു, മുസ്ലിമാക്കി. ഹബീബായ തങ്ങൾ പറഞ്ഞു, നിന്റെ റബ്ബിലേക്ക് മാപ്പ് തന്ന സ്ഥിതിക്ക് ഇനി എനിക്ക് വാദങ്ങളില്ല, പക്ഷെ എന്റെ മുമ്പിൽ വരാൻ പാടില്ല. എനിക്ക് എന്റെ ഹംസയുടെ മുഖം ഓർമ്മ വരും, എനിക്ക് വേദനയാവും, തേടിൽ നിന്നാ മതി എന്ന്. ഇങ്ങനെ ഇടപെടുന്ന അള്ളാഹുവിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പിന്നെ മറ്റൊരു ആവശ്യം എന്തിനാണ് സഹോദര? ഇല്ല, ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പരിശുദ്ധ മുബായിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഓ മനുഷ്യന്മാരെ, എന്നെ കൂടാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഔലിയാക്കളും പ്രവാചകന്മാരും മലായികത്തൊക്കെ ഉണ്ടല്ലോ, ജാറങ്ങളും മഖബറകളും, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളുടെ ശബ്ദം അവർ കേൾക്കുന്നുണ്ടെന്നും നിങ്ങളുടെ ചോദ്യം അവർ മനസ്സിലാക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുമെന്നും വിശ്വസിക്കുന്നുണ്ടോ? അല്ലാഹു ചോദിക്കാൻ, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണ്ട, അവർക്ക് പറ്റൂല എന്ന് ഖുർആൻ പറയാ. ആദ്യം അല്ലാഹു അവനെ പരിചയപ്പെടുത്തുകയാണ്. യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ. രാത്രിയിൽ നിന്നും പകലിനെ കൊണ്ടുവരുന്നവൻ, പകലിൽ നിന്നും രാത്രിയെ കൊണ്ടുവരുന്നവൻ. അല്ലാഹു സ്വയം പരിചയപ്പെടുത്താൻ, വസഖറ ശംസ വൽ ഖമറ, സൂര്യനെയും അതേപോലെ ചന്ദ്രനെയും അധീനപ്പെടുത്തിയവൻ. ഇങ്ങനെ സ്വയം പ്രഖ്യാപിച്ച അല്ലാഹു പറയാൻ, ദാലികുമുല്ലാഹു അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷിതാവ്, അള്ളാഹ്ക്കാണ് എല്ലാ അധികാരവും. അതുകൊണ്ട് നിങ്ങൾ അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മയംലികൂന മിൻ ഖിത്മീർ. അവനെ കൂടാതെ മറ്റാരെയെല്ലാം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, പൂജിക്കുന്നുണ്ടോ, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നുണ്ടോ, അവരാരും ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാളയെ പോലും സ്വന്തമാക്കുന്നില്ല. അവർക്കൊന്നും നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുകയും ഇല്ല. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ എന്തും ചോദിച്ചോ, ഇല്ല, ഉത്തരം തരൂല, പറ്റൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറന്ന കാര്യം അറിയുമോ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുസ്ലിമീങ്ങളെ സഹായിക്കാൻ പറ്റുമോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ പറ്റുമോ? ഇല്ല സഹോദര, ഇല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം അതാ. തങ്ങൾക്ക് ശക്തിയില്ല. സമസ്ത കേരള ജംഇഅത്തുൽ ഉലമായുടെ മദ്രസ വിദ്യാഭ്യാസ, പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ അഖീദ പഠിപ്പിക്കുന്ന സമയം അല്ലാഹുവിന്റെ വാജിബായ 20 സിഫാത്തുകൾ പഠിപ്പിക്കും. അതിൽ ഒന്ന് മുഖാലഫത്തുൽ ലിൽ ഹവാദിസി എന്ന, സൃഷ്ടികളോട് ദൈവം എതിരായിരിക്കുക, സൃഷ്ടികളോട് സാമീപ്യം പാടില്ല, സാദൃശ്യം പാടില്ല. അല്ലാഹു ആകാശത്തിനപ്പുറത്ത്, അടിമകൾ ഭൂമിയിൽ, ഒരു ബന്ധവുമില്ല, ഒരു സാദൃശ്യതയുമില്ല, ഒരു പങ്കാളിത്തവുമില്ല. മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്. ചെറിയ പ്രായത്തിൽ നിങ്ങൾ മക്കളെ അങ്ങനെ പഠിപ്പിക്കുക, അല്ലേ? അടിമകളും അള്ളാഹുവുമായിട്ട് ഒരു സാദൃശ്യമില്ല. അള്ളാഹുവാൻ നമ്മൾ മഖ്ലൂഖാണെന്ന്. വലുതായിട്ട് വരുമ്പോ ഈ പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ പറയാ കുഴപ്പമില്ല, ഔലിയാക്കളും പ്രവാചകന്മാരൊക്കെ ആ സ്ഥാനത്ത് എത്തുകൊണ്ട് വിളിക്കാൻ. വാജിബായ സിഫത്തല്ലേ അല്ലാഹ്ക്ക്. പുതുതായി ഉണ്ടായ വസ്തുക്കളോട് എതിരായിരിക്കുക. മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്. വാജിബായ ഒരു സിഫത്ത് നിഷേധിക്കാൻ പറ്റുമോ മുസ്ലിമീങ്ങൾക്ക്? അതില്ലാതായി പോയി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധതയ്ക്ക് കോട്ടമല്ലേ? പ്രവാചകൻ ഹാദിസല്ലേ? ഉണ്ടായ വസ്തുവല്ലേ? അല്ലാഹു പടച്ചതല്ലേ? ഔലിയാക്കളും മലായിക്കത്തുകളും പുണ്യവാന്മാരും എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയല്ലേ? അവരെങ്ങനെ അല്ലാഹുവിനെ പോലെയാകൂ? അവരെങ്ങനെ അല്ലാഹുവിന്റെ സ്ഥാനത്തെത്തും? പറ്റൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്ഥാനത്തെത്താൻ കഴിയൂല. അടിമകൾക്ക് ഉത്തരം നൽകാൻ പ്രവാചകന് സാധിക്കൂല. വല്ലാഹി തമ്പുരാനെ സത്യം പറ്റൂല. കാരണം ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ആരുമില്ല. അപ്പൊ ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കിയതോ? ചന്ദ്രനെ
രണ്ട് പ്രവർപ്പാക്കിയതോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിപരമായ കഴിവാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? അല്ലല്ലോ. അന്ന് റൈഹാനത്ത് ഖുറൈശ് എന്ന അപരനാമത്തെ അറിയപ്പെട്ടിരുന്ന രാജാവ് അബൂജഹൽ വിളിച്ചോണ്ട് വന്നത് റസൂലുള്ളാഹി തങ്ങളെ ചോദ്യം ചെയ്യാൻ. ആ രാജാവ് പറഞ്ഞ തന്ത്ര പ്രവർപ്പാക്കി കാണിച്ചു കൊടുക്കാൻ ഹബീബായ തങ്ങൾ രണ്ട് കയ്യും നീട്ടി ചോദിച്ചു അല്ലാഹുവോട്, പടച്ചവനെ ഇങ്ങനെ വലിയ വെല്ലുവിളിയോട് നീ സഹായിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, പ്രശ്നമില്ല, പോയിക്കോ, നിന്റെ റബ്ബിന്റെ കുദറത്ത് ഇപ്പൊ കാണിച്ചുതരാം, അള്ളാന്റെ കുദറത്ത് ഇപ്പൊ കാണിച്ചുതരാം. പ്രവർപ്പാക്കില്ലേ? ഇത് റസൂലുള്ളാഹി സ്വയം വിചാരിച്ച് നടക്കുമോ? ഇല്ല. അല്ലാഹുവിന്റെ കുദറത്ത് അവനോട് അവനിഷ്ടമുള്ള അടിമകളിൽ പ്രദർശിപ്പിക്കുക, അതിന്റെ പേരാണ് മുഅ്ജിസത്ത്. പ്രവാചകൻ ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ നിങ്ങളോട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ പ്രവാചകനല്ലേ, കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. അന്ന് പർവ്വതത്തിൽ പോയപ്പോ ഒരു മുഅ്ജിസത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രകടിപ്പിച്ചു. എന്താണത്? വടി പാമ്പായി രൂപാന്തരപ്പെട്ട മുഅ്ജിസത്ത് അല്ലേ? അത് മൂസ നബിന്റെ കഴിവാ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം സ്വയം വിചാരിച്ചുണ്ടാക്കിയതാ ആണോ? പറയാൻ പറ്റുമോ? ഖുർആൻ എതിരാണ് അങ്ങനെ പറഞ്ഞാൽ. അള്ളാഹ് പറയട്ടെ, നിന്റെ വലത് കയ്യിൽ എന്താണ് മൂസ? അതെന്റെ വടിയാണ് റബ്ബേ, ഞാൻ ആടുകളെ മേറ്റി ക്ഷീണിച്ചവസരാകുമ്പോ ആ വടി മരക്കൊമ്പിലോ പാറക്കെട്ടിലോ ചാരി വെച്ച് അതിൽ ചാരിക്കിടന്ന് വിശ്രമിക്കാറുണ്ട് എന്റെ ആടുമാടുകൾക്ക് പച്ചിലകൾ പറിച്ചു കൊടുക്കാറുണ്ട്. വലിയ അതല്ലാത്ത ഒരുപാട് ഉപകാരങ്ങൾ എനിക്ക് ഈ വടിയിലുണ്ട് റബ്ബേ. അല്ലാഹുവിന്റെ കൽപ്പന മൂസ, ഇനി ആ ഉപകാരപ്രദമായ വടി നിനക്ക് വേണ്ട കളഞ്ഞേക്ക്. അള്ളാന്റെ കൽപ്പന. ഉടനടി മൂസ നബി വടി വേണ്ടാന്ന് വെച്ച് താഴെയിട്ടു. കീറിയടിക്കുന്ന പാമ്പായി ആ വടി രൂപാന്തരപ്പെടുന്നു. ഒരു മനുഷ്യനായ മൂസ പ്രവാചകൻ, ചൂടുള്ള ചോരയുണ്ട് ശരീരത്തിൽ, പിടയ്ക്കുന്ന ഹൃദയമുള്ള ശരീരത്തിൽ, മനുഷ്യനായിട്ട് പിറന്ന പ്രിയപ്പെട്ട പ്രവാചകൻ നൈസർഗിക സ്വഭാവമെന്നോണം പാമ്പിനെ കണ്ട് പേടിച്ച് വിളച്ച് തിരിഞ്ഞോടി എന്ന് ഖുർആൻ അല്ലാഹ് പറഞ്ഞത്. എന്തിനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഓടിയത്? അത് മൂസ നബിന്റെ കഴിവാണെങ്കിൽ അത് നിന്നാ പോരെ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമാണ് വടിയെ പാമ്പാക്കിയതെങ്കിൽ ആ പ്രവാചകന് പറ്റൂല പാമ്പിനെ വടിയാക്കാൻ. പിന്നെന്തിനാ വല്ലാ മുതിര പിന്തിരിഞ്ഞോടിയത്? തിരിഞ്ഞു നോക്കാതെ ഓടി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആനാ. എന്തിനാ ഓടിയത്? സ്വന്തം കഴിവാണ്, പേടിക്കണ്ടല്ലോ, ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാഹ് പറയാ, എന്റെ കുതിരത്ത് കാണേണ്ട ആവർത്തം മൂസ പേടിച്ചു ഓടി. ഞാൻ വിളിച്ചു, യാ മൂസ അർബിൽ വലാ തഖഫ്, പേടിക്കണ്ട, മുന്നോട്ട് വാ. ഞാനാ പാമ്പാക്കിയത്, ഞാൻ വടിയാക്കി മാറ്റിത്തരാൻ, പേടിക്കണ്ട, ഇങ്ങോട്ട് വാ. അല്ലാഹ് വിളിച്ചു എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ ഖുദ്റത്ത് അവർ ഇഷ്ടപ്പെട്ട അടിമകളിലൂടെ പ്രത്യക്ഷപ്പെടുത്തുക, അതിന്റെ പേരാണ് മുഅ്ജിസത്ത്. അല്ലാണ്ട് പ്രവാചകന്മാരുടെ സ്വന്തത്തിലുള്ള കഴിവിന്റെ പേരല്ല മുഅ്ജിസത്ത്. കറാമത്തോ ഔലിയാക്കൾ പ്രകടമാകുന്നതോ ഇതേപോലെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അടിയാറുകൾ അള്ളാഹു അവന്റെ ഖുദ്റത്ത് അവരിൽ പ്രകടിപ്പിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളപ്പോ പ്രകടിപ്പിക്കാൻ പറ്റൂല. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ, പള്ളി കിടന്നുറങ്ങാൻ, പള്ളി താമസിക്കാൻ, നല്ല പഴം, അന്നാലക്കി ഹാദ, എവിടുന്ന് കിട്ടിയ അറിയാൻ? ഹുവ മിൻ ഇൻദില്ലാ, എന്റെ അള്ള തന്നു, എന്റെ അള്ള തന്നു. ഇവിടെ മറിയം ബീവിന്റെ വല്ല പ്രത്യേക കഴിവാണെങ്കിൽ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളെ കിട്ടാൻ അത് ചോദിച്ചാൽ പോരെ? നമ്മൾ ചോദിക്കും പോലെ പ്രകാശങ്ങളെ മക്കൾ വേണം, ശേഷം മക്കൾ വേണം, ബദരീങ്ങളെ മക്കൾ വേണം. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം മക്കളെ കിട്ടാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുക. ആ സമയത്ത് അള്ളാന്റെ ഖുദ്റത്ത് കണ്ടത്. എവിടെ നിന്ന് മറിയമേ, നാട്ടിലില്ലാത്ത പണം എന്റെ അള്ളാഹു എനിക്ക് നൽകിയത്. അവിടെ വിളിച്ചു അള്ളാഹു സക്കരിയ, നാട്ടിൽ കിട്ടാത്ത ഈ
ഈസല്ലാത്തപ്പോഴോ മറിയമിന് കൊടുക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ എനിക്കൊരു മോനെ തന്നൂടെ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു. അള്ളാഹു പറഞ്ഞു, വന്നു എന്റെ മാലാഖമാര്, സക്കരിയ ഓക്കെ, നിന്റെ ദുആ ഞാൻ കബൂൽ ചെയ്തു. കാരണം നീ ചോദിക്കേണ്ടവരോട് ചോദിച്ചു. റബ്ബി ലാ തദർനി ഫർദാ വഅൻത ഖൈറുൽ വാരിസീൻ. സക്കരിയ പ്രവാചകന്റെ ചോദ്യം അള്ളാഹുവോട്, അള്ളാഹുവേ ഒരു മോനെ തരണം, മക്കളെ തരണം, അനന്തരനായിട്ട് ആരെങ്കിലും തരണം പടച്ചവനെ, എന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആക്കി മരിപ്പിച്ചു കളയല്ലേ. പ്രവാചകൻ ചോദിച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ഉണ്ടാക്കിയ പോരെ? ഇല്ല ഇല്ല. അള്ളാഹു പറഞ്ഞു, വല്ലദീന, നിങ്ങൾ ആരെയൊക്കെയാണോ അള്ളാഹുവിനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ഇല്ല, അവർക്കൊന്നും നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുകയില്ല, പറ്റൂല. അവരൊന്നും ആരെയും പടച്ചിട്ട് പോലുമില്ല, അവരൊക്കെ സ്വയം ഉണ്ടാക്കപ്പെട്ടവരാ. ജീവനില്ലാത്ത ശവങ്ങളാണവർ, അവർക്ക് ഉത്തരം നൽകാൻ പറ്റുകയില്ല, പറ്റൂല. ജാറത്തിന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ മുസ്ലിമേ നിനക്ക് അനുവാദമില്ല, മഖ്ബറയിൽ പോയി പ്രാർത്ഥിക്കാൻ നിനക്ക് അനുവാദമില്ല, പ്രവാചകനെ വിളിച്ച് ചോദിക്കാൻ അനുവാദമില്ല. നിന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്നെ അറിയാവുന്ന നിന്റെ റബ്ബ്, നിന്റെ രഹസ്യങ്ങൾ അറിയാവുന്നവൻ, നിന്റെ മനസ്സറിയാവുന്നവൻ, ചോദിച്ചാൽ തരാമെന്ന് സ്വയം പറഞ്ഞവൻ, അവരെ വിളിച്ച് പ്രാർത്ഥിക്കലല്ലേ ബുദ്ധി സഹോദര? എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അവർക്ക് തന്നെ അറിയില്ല അവർ എപ്പോഴാണ് ഒന്നുകൂടി ഉണ്ടാക്കപ്പെടുന്നത് എന്ന്, പുനരുദ്ധാരണം എപ്പോഴാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. പിന്നല്ല നിങ്ങൾ പോയി ചോദിക്കുന്നത്? ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം ഓർമ്മ വരിക. അന്ന് അമ്പലത്തിലെ എല്ലാ വിഗ്രഹങ്ങളെയും തകർത്തെറിഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെ കാത്തുന്നു. ജനങ്ങൾ വന്നു, ഇബ്രാഹിം നീയാണോ ചെയ്തത്? കാണുന്നില്ലേ വലിയൊരാളെ, വലിയ. ഇപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കും മുസ്ലിമീങ്ങള്, ചിലപ്പോ നിങ്ങളോട് പറയുന്ന ഉസ്താദ്മാര്, അത് ഹിന്ദുക്കൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങള് പിന്നെ ബിംബങ്ങളെ പറ്റിയല്ലേ അത് നിങ്ങൾ ആരാധിക്കുന്ന? നിങ്ങൾ ആരാധിക്കുന്ന ഈ ജാറത്തിന്റെ പേരെന്താ? ജാറ നിങ്ങളുടെ പേര് വെച്ചല്ലേ, ബിംബം തന്നെയാണ്. കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനം, കല്ലിലോ മരത്തിലോ, അതന്നെ സംഭവം. അള്ളാഹു അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന എല്ലാം അതിനെപ്പറ്റിയായി പറഞ്ഞത്. ഇബ്രാഹിം പറഞ്ഞു, ചോദിച്ചോക്ക്, ഇൻകാനു യന്തിഖൂൻ, അവർ സംസാരിക്കുന്നത് ചോദിച്ചോക്ക്. നല്ലൊരു വാക്ക്. ഇബ്രാഹിമിന്റെ ജനതയുടെ മറുപടി, ഇബ്രാഹിം നിനക്കറിയില്ലേ, മുസ്ലിമീങ്ങളായി നിങ്ങൾക്കറിയില്ലേ, അത് വെറും കല്ലും സിമന്റുകൾ ഉണ്ടാക്കിയ ഒരു ജാറ, ഒരു മഖ്ബറ. അതിൽ ഉള്ളിൽ കിടക്കുന്ന മഹാനോ, ഉള്ളിൽ കിടക്കുന്ന ആണോ? എന്ന് പറയുന്ന സ്ഥലം അറിയുമോ പ്രവാചകരെ? നല്ല അടിയാറുകളുടെ റൂഹുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണത്. അവിടെയാണ് റൂഹുണ്ടാവുക, മഖ്ബറിന്റെ ഉള്ളിലല്ല റൂഹുണ്ടാവുക. അല്ലേ? ശവത്തെ വെക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഖബർ. മരിച്ചുപോയ ശരീരത്തെ വെക്കുന്ന സ്ഥലത്തിന്റെ പേര് ഖബർ. അവിടെ ഉണ്ടാവില്ല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു അവരോട്, പിന്നെ നിങ്ങൾ പറയുന്നത് കേൾക്കില്ല, നിങ്ങളെ കാണൂല്ല, നിങ്ങൾക്ക് ഉപകാരം ചെയ്യൂല എന്നെല്ലാം നിങ്ങൾക്കറിയാം, എന്നിട്ടും പിന്നെന്തിനാ ഇങ്ങനെ ആരാധിക്കുന്നത്? അതല്ലേ നമുക്ക് ചോദിക്കാറുണ്ട്. എടോ, നീ ജാറത്തിൽ ഉള്ളാലത്തെ തങ്ങളെ മഖ്ബറയിൽ പോകുന്നു, അല്ലെങ്കിൽ അങ്ങ് ഏർവാടിയിലോ നാഗൂരോ മുത്തുപ്പേട്ടലോ ഏടെങ്കിലും എവിടേക്ക് ഉണ്ടോ അവിടെ ഏടെങ്കിലും നീ പോവാ, നിനക്ക് ഉറപ്പുണ്ടോ ആ കൂടി നിന്നെ കാണുന്നുണ്ടെന്ന്? അറിയോ? നീ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നും നിന്റെ അവസ്ഥകൾ മനസ്സിലാക്കുന്നുണ്ടെന്ന്, നിന്റെ മനസ്സറിയുന്നുണ്ടെന്ന്? ഇല്ല. കാരണം അള്ളാഹു അങ്ങനെയാ പറഞ്ഞത്, അംവാത്തുൽ ഗൈറു അഹ്യാ, ജീവനില്ലാത്തവരാണവർ, ജീവനില്ലാത്തവരാണവർ. ഇല്ല. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചു. ദാലികുമുല്ലാഹു റബ്ബുക്കും, അതാണ് നിങ്ങളുടെ രക്ഷിതാവ്. ഐ അല്ലദീ ഫഅല ഹാദാ ഹുവർ റബ്ബുൽ അലീം അല്ലദീ ലാ ഇലാഹ ഗൈറു. രാത്രിയിൽ നിന്നും പകൽ കൊണ്ടുവരുന്ന, പകലിൽ നിന്നും രാത്രിയെ കൊണ്ടുവരുന്ന, സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കിയ, നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയ റബ്ബുണ്ടല്ലോ, അവനാണ് ലാ ഇലാഹ ഗൈറു, ആരാധ്യൻ, അവനല്ലാതെ വേറെ ആരുമില്ല. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ഐ മിനൽ അസ്നാം വൽ അൻദാദ് അല്ലതി ഹിയ അലാ സൂറത്തി മൻ തദ്ഊന മിനൽ മലായികത്തിൽ മുഖറബീൻ. വിഗ്രഹങ്ങളും മറ്റുള്ള വസ്തുക്കളും, അതായത് നിങ്ങൾ രൂപകൽപ്പന ചെയ്ത വസ്തുക്കളും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്.
അപകടം വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. അവരുണ്ടല്ലോ, അവര് ഈച്ചപ്പഴത്തിന്റെ കുരുവിനുണ്ടാകുന്ന പാടയെപ്പോലും സ്വന്തമായിട്ടില്ലാത്തവരാണ്. അവരൊന്നും നിങ്ങളെ പ്രശ്നം കേൾക്കാനും പരിഹരിക്കാനും നിൽക്കൂല. അവര് തന്നെ സ്വയം പേടിച്ച് ജീവിച്ച് മരിച്ചുപോയവരാണ്. തൊട്ടടുത്ത് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, അല്ലാഹു പറഞ്ഞതാണ്. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞു, യഅനി الآلهة التي تدعونها من دون الله لا تسمع دعاءكم لأنها جماد لا أرواح فيها. ഉസ്താദ് പറഞ്ഞു കൊടുക്കണം, തെറ്റിദ്ധരിപ്പിച്ച ഉസ്താദ് പറഞ്ഞു കൊടുക്കണം. ജമാദുൻ ലാ അർവാഹ ഫീഹാ, ജീവനില്ലാത്ത ഉറച്ച വസ്തുക്കളാണവ, അതുകൊണ്ട് അവർക്ക് കേൾക്കാൻ പറ്റൂല എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഈ ആയത്തിന്റെ അർത്ഥത്തിൽ. അല്ലേ? അത് ഏത് ജാറമായാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഖ്ബറയായാലും ലാ യസ്മഉ ദുആഅക്കും വലൗ സമഉ മസ്തജാബു ലക്കും, ഈ വാദത്തിന് വേണ്ടി കേൾക്കുന്നു എന്ന് തന്നെ വെക്കുക. മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം തരൂല, അവരെ കൊണ്ട് പറ്റൂല തരാൻ. ഖുർആന്റെ നസ്സാ. പിന്നെ ഏത് ഉസ്താദ് പറഞ്ഞാലെന്താ? ഖുർആന്റെ വിശ്വാസത്തിന് പിന്മാറിപ്പോകാൻ നമുക്ക് പറ്റൂല. വലൗ സമഉ മസ്തജാബു ലക്കും, കേട്ടാൽ തന്നെ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. അതുകൊണ്ട് വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ അന്ത്യനാൾ നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരും.